പ്രിയപ്പെട്ടവർ, കുടുംബശ്രീ ദേശീയ സരസ് മേളയുമായി ബന്ധപ്പെട്ട് നമ്മൾ 50-ൽ പരം പ്രസാധകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പുസ്തകോത്സവം ഈ വേദിയിൽ നടത്തുകയാണ്. ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പേര് തന്നെ MD വാസുദേവൻ നായർ പവലിയൻ എന്നാണ്. എല്ലാ പ്രധാനപ്പെട്ട ചർച്ചകളും സെമിനാറുകളും നടക്കുന്നത് ഈ വേദിയിലാണ്. അതിൻ്റെ തുടക്കം ഇന്നിവിടെ കുറിക്കുകയാണ്. പ്രിയപ്പെട്ട MD എന്ന വിഷയത്തിലാണ് ഇന്നിവിടെ ഈ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പരിപാടികൾ ആരംഭിക്കുന്നു. ഈ ഓപ്പൺ ഫോറത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി പ്രിയങ്കരനായ B. കൃഷ്ണകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ഏതാനും ഒരു 10 ദിവസം നമ്മുടെ ചെങ്ങന്നൂരിൽ ദേശീയ രംഗത്ത് ശ്രദ്ധയാകർഷിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചറിയാം, ഇതുപോലൊരു ഗ്രാമത്തിൽ ഗ്രാമീണ വനിതാ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരമ്പരാഗത ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രചാരണവും നൽകുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ചാണ് ഇത്തരത്തിലെ മേളകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയിലും കേരളത്തിലും ആകമാനമായി നിരവധി മേളകൾ ഇത്തരം മേളകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ മേളകളെയെല്ലാം ഉദ്ദേശിക്കുന്നത് ഗ്രാമീണ ഉൽപ്പന്നങ്ങളെ, സ്വയം തൊഴിൽ കൂടി കണ്ടെത്തുന്ന ഉൽപ്പന്നങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ബംഗാൾ, ത്രിപുര, ഡൽഹി, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിനു മുമ്പും ഇത്തരം മേളകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലും ഏതാണ്ട് നിരവധി തവണ മഹാനഗരങ്ങളിലാണ് ഇത്തരം മേളകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഈ മേള ചെങ്ങന്നൂരിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. ദേശീയ ഗ്രാമവികസന മിഷൻ മുഖേന ഗ്രാമമന്ത്രാലയം ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് 2011 മുതൽ മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇത്തരം മേളകൾ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ചെറുകിട ഉൽപ്പാദനങ്ങളെയും ഉൽപ്പന്നങ്ങളെയും കൂടുതൽ ജനങ്ങളെ പരിചയപ്പെടുത്തുക വഴി കൂടുതൽ സ്വയമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭകരെ കൂടെ അതിലേക്ക് ആകർഷിച്ചുകൊണ്ട് അത് ഉൽപ്പാദനത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു മേളയായും ഇത്തരം മേളകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 2018 ഈ മേള ചെങ്ങന്നൂരിൽ ഇതേ മണ്ണിൽ നടക്കേണ്ടതായിരുന്നു. നമുക്കറിയാം, അതിൻ്റെ പ്രാരംഭമായ കാര്യങ്ങൾ മുന്നോട്ട് പോയതിനെ തുടർന്ന് മഹാപ്രളയം നമ്മളെ എല്ലാവരെയും മുക്കിയതിനാൽ അത് നടന്നില്ല. ഒരു മേള സംഘടിപ്പിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ചെറിയ പരിപാടി പോലും സംഘടിപ്പിക്കുക എന്നുള്ളത് കഠിനമായ അധ്വാനമാണ്. 2018 നടക്കാതെ പോയത് 7 വർഷങ്ങൾക്കിപ്പുറം 2025 ജനുവരിയിൽ ഇത് നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അഭിമാനം ഒട്ടനവധിയാണ്. ആ മേള സംഘടിപ്പിക്കുന്നതും അല്ലെ ആ മേള നടപ്പിലാകുന്നതും ചെങ്ങന്നൂരിൻ്റെ മാത്രമായ ഒരു വികാരമായി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മളെ സംബന്ധിച്ച് മധ്യ തിരുവിതാംകൂറിൻ്റെ മൊത്തത്തിലുള്ള, ഇന്നലെ ഇവിടെ മഹാനടൻ മോഹൻലാൽ സാന്നിധ്യമരളിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ച് മുന്നോട്ട് പോയ ഈ മേളയിൽ ഇന്നലത്തെ പോലെ തന്നെ ജനപങ്കാളിത്തം വരും ദിവസങ്ങളിൽ ഉണ്ടാകണം എന്നാണ് ഇതിന് ആതിഥേയത്വം അരുളുന്ന ചെങ്ങന്നൂരിലെ
ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത്തരം മേളകളും ഇത്തരം കൂടിച്ചേരലുകളും ഒക്കെ നമ്മുടെ മനസ്സിന് ഉന്മാദവും മനസ്സിന് സന്തോഷവും മനസ്സിന് ആനന്ദകരവുമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ കടന്നു വരുന്നതാണ്. വിവിധ തരത്തിലാണ് A to Z കാര്യങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഈ മേളയിൽ ഒരു കാര്യങ്ങളിലേക്ക് മാത്രമല്ല ജനശ്രദ്ധ ഊന്നുന്നത്. സാംസ്കാരികപരമായി മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പഠിക്കുവാനും പറയുവാനും വിശകലനം ചെയ്യുവാനും സംസാരിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ നമുക്ക് അറിവിൻ്റെ ലോകത്തേക്ക് കടന്നു വരുവാനുള്ള അറിവ് ലഭിക്കുന്ന പുസ്തകങ്ങളടക്കമുള്ളത് ഇവിടെ പ്രദർശനത്തിനുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ അച്ഛന്മാരും അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് മുകളിലുള്ളവരും ഒക്കെ കണ്ടുവന്നിട്ടുള്ള അന്നത്തെ ഫിലിമിലെ നമ്മുടെ സിനിമാ രംഗത്തെ പഠിപ്പിക്കുന്ന ആ കാര്യങ്ങളിലെ പ്രദർശന മേഖലയും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സാംസ്കാരികപരമായും നമ്മുടെ അറിവുപരമായും നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളെയും ഫുഡ് ഇന്നലെ ഇവിടെ സംസാരിച്ച പോലെ ഇന്ത്യയിലെ വിവിധ തരങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ആ ഫുഡുകൾ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളിലെ വിവിധതരം ഫുഡുകൾ നമുക്ക് വിവിധ സ്റ്റോളുകളിലായി ലഭിക്കാനും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം മേളകൾ ആയിരക്കണക്കിന് ആൾക്കാർ വന്നുകൂടുന്ന ഈ മേള സംഘടിപ്പിക്കുവാൻ ഇതിൻ്റെ സംഘാടക സമിതി ഏറ്റെടുത്തിട്ടുള്ള ഒരു ദൗത്യം അത് വളരെ വലുതാണ്. മഹാനഗരങ്ങളിൽ നടക്കുന്ന ഈ മേള ചെങ്ങന്നൂരിൻ്റെ മണ്ണിൽ 31-ന് പര്യവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചെങ്ങന്നൂരും ദേശീയ നിലവാരത്തിലേക്ക് നമ്മുടെ ഈ ചെറിയ ചെങ്ങന്നൂരിലും പേര് എത്തിപ്പെടുമെന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വരുന്നവർക്കുള്ള താമസം, അവരുടെ ഫുഡ് ഒരു പരാതിക്കും കൊടുക്കുവാൻ നൽകാതെ അവരുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനുണ്ടായ സംഘാടക മികവ് ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ എങ്കിലും എന്നേക്കാൾ ഉപരി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതിൻ്റെ സംഘാടകരുണ്ട്. ശശികുമാർ അടക്കം ഇതിൻ്റെ ചെയർമാൻ, നമ്മുടെ MLA ഒക്കെ ഞാൻ അഭിനന്ദിക്കാൻ തയ്യാറാകുകയാണ്. കാരണം ഇത്തരം മേള ഈ ചെങ്ങന്നൂരിൽ കൊണ്ടുവന്ന് ജനങ്ങളെ ഇത് പഠിപ്പിക്കുവാനും അറിയിക്കുവാനും അറിവിലേക്ക് അവരെ എത്തിക്കുവാനും കഴിഞ്ഞത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നിവിടെ നടക്കുന്ന ഈ മേളയിൽ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സെമിനാറാണ്. ഇന്നലത്തെ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യത്തെ സെമിനാറാണ്. ആ ആദ്യത്തെ സെമിനാർ പ്രിയപ്പെട്ട നമ്മുടെ MD എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് MD വാസുദേവൻ നായർ അവരുകളെ ശരീരനായ അദ്ദേഹം നമ്മളെ വിട്ടുപോയ അദ്ദേഹത്തെ നിങ്ങൾക്ക് ആർക്കും ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്വതന്ത്ര ഭാരതത്തിന് ശേഷം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ എഴുത്തുകാരനും സാഹിത്യകാരനും അതിലുപരി വിവിധ രംഗങ്ങളെ, സാമൂഹിക പശ്ചാത്തലത്തിലെ വിവിധ രംഗങ്ങളെ നേർക്കണ്ണുകളോടുകൂടി കണ്ട് ആശയവിനിമയം നടത്തി അതിൻ്റെ സത്യവും മിഥ്യയും തിരിച്ചറിയുവാൻ കഴിവുള്ള ശേഷിയുള്ള നമുക്ക് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു അതുല്യനായ ഒരു കലാകാരനെന്നോ സാഹിത്യകാരനെന്നോ നിരൂപകനെന്നോ തിരക്കഥാകൃത്തെന്നോ സിനിമാ മേഖലയിലെ സംവിധായകനെന്നോ അദ്ദേഹത്തെ പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രിയപ്പെട്ട MD എന്ന നാമധേയത്തിൽ ഇന്ന് നടക്കുന്ന ഈ സെമിനാർ അദ്ദേഹത്തെ 1 മിനിറ്റ് നമുക്ക് സ്മരിച്ചുകൊണ്ട് തുടങ്ങാം. അതിനായിട്ട് 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ നാട്ടുകാരൻ. ഇന്നിവിടെ തന്നെ 3 കൃഷ്ണകുമാർമാരുണ്ട്. ഞാനിത് വിളിച്ചപ്പോൾ തന്നെ ചോദിച്ചു, ഇത് കൃഷ്ണകുമാർമാരുടെ സമ്മേളനമാണ്. 3 പേരുണ്ട്. ഞങ്ങളുടെ പാണ്ടനാട്ടിൽ തന്നെ 3 പേരുണ്ട്. അതിൽ ഒരാളാണ് നമ്മുടെ കൃഷ്ണകുമാർ, എൻ്റെ പ്രിയ സുഹൃത്താണ്. രാഷ്ട്രീയപരമായ 2 ചേരിയിലാണെങ്കിലും സുഹൃത്ത് ബന്ധത്തിൽ ഒരണവിട രാഷ്ട്രീയം കലർത്താത്ത ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അദ്ദേഹം അധ്യാപകനാണ്. അതിലുപരി എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ കർമ്മമേഖലയിൽ എല്ലാ രംഗത്തും, പൊതുപ്രവർത്തന രംഗത്തിലായാലും എല്ലാ രംഗത്തും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നു. ബഹുമാനപ്പെട്ട മുൻ ബ്ലോക്ക് മെമ്പറും അധ്യാപകനും കൂടിയായ
ബഹുമാനപ്പെട്ട ജി കൃഷ്ണകുമാർ അവർകളെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്തോളൂ. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഇന്ന് പ്രിയപ്പെട്ട MD എന്ന ഈ സെമിനാറിൽ MDയെക്കുറിച്ചുള്ള നല്ല വാക്കുകൾക്കായി കാതോർത്തിരിക്കുന്നത് പ്രിയപ്പെട്ട PK അനിൽകുമാറിൻ്റെ വാക്കുകളിൽ നിന്നാണ്. അദ്ദേഹമാണ് ഇന്ന് പ്രിയപ്പെട്ട MDയെക്കുറിച്ച് നമുക്ക് അറിവുകൾ പറഞ്ഞു നൽകുവാൻ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ചിന്തകൻ, നിരൂപകൻ, പ്രസംഗൻ, എഴുത്തുകാരൻ എന്ന നിലയിൽ പ്രശസ്തനായ ബഹുമാനപ്പെട്ട PK അനിൽകുമാർ അവർകളെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ട മറ്റൊരാൾ അനീഷ് TN ആണ്. അദ്ദേഹം അമ്മ മലയാളത്തിൻ്റെ സെക്രട്ടറിയും സാഹിത്യ പ്രവർത്തകനുമാണ്. അദ്ദേഹവും ഇന്ന് ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ, പ്രിയ സുഹൃത്ത് കൃഷ്ണകുമാർ കാരക്കാട്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഈ വേദി പങ്കിടുന്നത് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും ഈ സെമിനാറിൻ്റെ ചെയർമാനുമായ അഡ്വക്കേറ്റ് M ശശികുമാർ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന് ഈ ഇന്നത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ജനറൽ കൺവീനർ പ്രൊഫസർ ബിജി എബ്രഹാം ഇന്ന് നമ്മളോടൊപ്പം ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൺവീനർ TK സുഭാഷ് അവർകൾ ഇന്ന് ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ജോയിന്റ് കൺവീനർ ആതിര ബാനു അവറുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മറ്റ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച് ഇതുപോലൊരു മഹാമേളയിൽ പല കാര്യങ്ങൾ പലയിടത്തും നടക്കുന്നതുകൊണ്ടാണ് ഒരു വേദിയിലേക്ക് നമുക്ക് കേന്ദ്രീകരിക്കാൻ കഴിയാത്തത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവിടെ ആള് കുറയുന്നത്. 3-4 വേദികളുണ്ട്. ഒരു വേദിയിൽ കലാരംഗത്ത് പരിപാടികൾ നടക്കുന്നു, മറ്റൊരിടത്ത് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നു. അങ്ങനെ വേദികൾ സമ്പുഷ്ടമായിട്ട് ഇപ്പോൾ തന്നെ ഇതിനകത്ത് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും നമ്മുടെ സെമിനാറിലേക്ക് വളരെ കുറച്ച് പേരുണ്ട് എന്നുള്ളത് നിങ്ങളാരും അതിൽ വ്യാകുലപ്പെടുത്തണ്ട. ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ ചെറുതായിട്ടാണെങ്കിലും അവരുടെ മനസ്സാണ് MDക്ക് കൊടുക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഏറ്റവും വലിയ സാഹിത്യകാരനായ, ഇന്ന് ഇന്ത്യ കണ്ടിട്ടുള്ള സാഹിത്യകാരനായ MD വാസുദേവൻ നായരുടെ പാതാരബിംബങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അറിവുകൾക്ക് മുമ്പിൽ തലകുമ്പിട്ട് വിനീതരായിരിക്കുവാൻ യോഗ്യതയുള്ളവരാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവർക്ക് ഞാൻ ഇന്ന് ഈ നിറഞ്ഞ ഈ വേദിയുടെ പേരിൽ സ്വാഗതം അർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ യോഗത്തിന് കൃതജ്ഞത പറയുന്ന ബഹുമാന്യായ ശ്രീമതി ഗീതാ നായർ CDS ചെയർപേഴ്സൺ അവരുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട്, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സെമിനാറിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ലാതെ നമുക്ക് അടുത്ത 10 ദിവസക്കാലം നമുക്ക് ഈ നാടിൻ്റെ ഉത്സവത്തിലേക്ക് ഈ ചെങ്ങന്നൂരിനെ, മധ്യതിരുവിതാംകൂറിനെ കൈപിടിച്ചുയർത്തുവാൻ നമുക്ക് കഴിയണം. അതിന് എല്ലാവരും അവരവരുടെ പങ്ക് നിർവഹിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ PK അനിൽകുമാർ, പ്രിയപ്പെട്ട അനീഷ് TN, പ്രിയങ്കരനായ കൃഷ്ണകുമാർ കാരക്കാട്, സെമിനാർ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് M ശശികുമാർ, ജനറൽ കൺവീനർ പ്രൊഫസർ ബിജി എബ്രഹാം, കൺവീനർ ബഹുമാന്യനായിട്ടുള്ള TK സുഭാഷ് സാർ, ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ച ഏറ്റവും പ്രിയങ്കരനായ B കൃഷ്ണകുമാർ, കൃതജ്ഞത അർപ്പിക്കുന്ന പുലിയൂർ CDS ചെയർപേഴ്സൺ പ്രിയപ്പെട്ട ഗീതാ നായർ,
വേദിയിലുള്ള ബഹുമാന്യരെ, ഈ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചെങ്ങന്നൂരിലെ ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, സ്വാഗതം ആശംസിച്ച കൃഷ്ണകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദേശീയ സരസ്മേള 2018 ഇവിടെ നടത്താൻ തീരുമാനിച്ചപ്പോഴാണ് കേരളത്തിൽ ഏറ്റവും വലിയ പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നത്. അന്ന് ഏകദേശം 10-35 കോടി രൂപയുടെ നഷ്ടമാണ് ഈ മേളയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായത്. അതെല്ലാം പരിഹരിക്കുവാൻ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ശ്രീ സജി ചെറിയാന് സാധിക്കുകയുണ്ടായി. അതുപോലുള്ള മുന്നൊരുക്കമാണ് അന്ന് ഈ സരസ്മേളയ്ക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയത്. പിന്നീട് ഒരു സരസ്മേള കൂടി ചെങ്ങന്നൂരിൽ വരുമെന്ന് ഞങ്ങൾ ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ക്ഷണിച്ച മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ 2018 ക്ഷണിച്ചതാണ് അദ്ദേഹത്തെ. ലൂസിഫറിൻ്റെ ചിത്രീകരണ വേദിയിലാണ് പോയി ക്ഷണിക്കുന്നത് സിനിമ. ഈ 2025 എത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കൃത്യതയോടുള്ള പ്രവർത്തനത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ സരസ്മേളയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ അദ്ദേഹം കണ്ടത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പ്രസാധകരെ അണിനിരത്തിക്കൊണ്ട് ചെങ്ങന്നൂരിൽ ഒരു വലിയ പുസ്തകോത്സവം നടത്തണം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയുണ്ടായി. ഈ MTയുടെ പേരിലുള്ള പവലിയനിൽ പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രസാധകർ പങ്കെടുക്കുകയാണ്. അതിന് MTയുടെ പേര് കൊടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട 10 വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഈ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ തലത്തിൽ നിൽക്കുന്ന പ്രഗത്ഭരെ അണിനിരത്തിക്കൊണ്ടുള്ള സെമിനാറുകളും ഓപ്പൺ ഫോറവുമാണ് ഇന്നു മുതൽ ചെങ്ങന്നൂരിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ എല്ലാവിധമായ മുന്നൊരുക്കങ്ങളും നടത്തുവാൻ ഇതിൻ്റെ ചെയർമാനും അതോടൊപ്പം തന്നെ ജനറൽ കൺവീനറും ഉൾപ്പെടെയുള്ളൊരു കമ്മിറ്റി അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ തുടക്കം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് MTയെ കുറിച്ച് തന്നെ തുടങ്ങണം. ഇന്നലത്തെ ഉദ്ഘാടന വേദിയിൽ MTയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങളാണ് ഗസ്റ്റിന് കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിച്ചു. വ്യത്യസ്തമായ രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത്. ഇന്നലെ മോഹൻലാലിനെ സ്വീകരിച്ചത് ഇവിടുത്തെ ഹരിതകർമ്മസേനയുടെ പൊന്നമ്മ ചേച്ചിയാണ്. പൊന്നമ്മ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ, അതിന് വളരെ മുൻകാലം മുതൽ ഈ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നതാണ്. ഇന്നും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് പൊന്നമ്മ ചേച്ചി. അവരാണ് മോഹൻലാലിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഓരോ പരിപാടിയുടെയും ഗൗരവം ബോധ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചു എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ഓപ്പൺ ഫോറത്തിൻ്റെ തുടക്കം MTയെ അനുസ്മരിക്കാതെ മലയാളിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. മലയാള ഭാഷയുടെ പിതാവ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും മലയാളിയെ വായിപ്പിക്കാൻ ശീലിപ്പിച്ചത് യഥാർത്ഥത്തിൽ MT തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു വിധമായ സംശയവും വേണ്ട. വ്യത്യസ്തമായ രചനാ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്
മലയാളിയെ വായനയുടെ ഒരു പുത്തൻ അനുഭവം തുറന്നു കൊടുക്കുവാൻ എം ഡിക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ സാധിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ സെമിനാറിൻ്റെ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് പി കെ അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ പങ്കാളിത്തമാണ്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എം ഡി അനുസ്മരണം നടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ എനിക്കൊന്ന് ആദ്യം ചെങ്ങന്നൂരിലാണ് ഈ അനുസ്മരണം നടന്നത്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഡോക്ടർ പി കെ ഗോപനാണ്. അദ്ദേഹം ലൈബ്രറി കൗൺസിലിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവാണ്. അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹമാണ് ആ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഇതിനകത്ത് പങ്കെടുത്ത പലരും പ്രമുഖരായിട്ടുള്ളവർ ആ യോഗത്തിലും പങ്കെടുത്തവരാണ്. ഈ സരസ് മേളയിൽ എം ഡിയെ അനുസ്മരിക്കുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് നമുക്ക് ആ പ്രഭാഷണം കേൾക്കുവാൻ, അനിൽകുമാറിൻ്റെ പ്രഭാഷണം കേൾക്കുവാനും നമുക്ക് സാധിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതണം. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ജൂനിയർ അഴീക്കോട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ എന്നും മലയാളിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെ സാഹിത്യ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു പഠന വസ്തുവാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അദ്ദേഹത്തിനെ നമുക്ക് ലഭിച്ചത് വളരെ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. എം ഡിയെക്കുറിച്ച് അനുസ്മരിക്കുന്നതിന് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം കവർന്നെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഓപ്പൺ ഫോറത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി പ്രിയങ്കരനായ പി കെ അനിൽകുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ അനുസ്മരണ ശയനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ ലൈബ്രറി കൗൺസിലിൻ്റെ സംസ്ഥാനത്തെ അമരക്കാരിൽ ഒരാൾ കൂടിയായ ശ്രീ ജി കൃഷ്ണകുമാർ, സ്വാഗത ഭാഷകൻ ശ്രീ ബി കൃഷ്ണകുമാർ, പോലീസ് അസോസിയേഷൻ്റെ സർഗാത്മക പതാകവാഹകരിൽ ഒരാൾ കൂടിയായ ഹൃദയബന്ധു അനീഷ് ടി എൻ ഉൾപ്പെടെ ഈ വേദിയിലിരിക്കുന്ന ആദരണീയരെ, അത്രമേൽ പ്രിയപ്പെട്ട സദസ്സിൽ തന്നെ ഏറെപ്പേറുണ്ട്. കൊല്ലത്തെ കുടുംബശ്രീയുടെ അമരക്കാരികളിൽ ഒരാളായ ആതിര, പ്രിയപ്പെട്ട ബാബു സാർ, അജയൻ, ബിജു സാർ ഉൾപ്പെടെ അത്രമേൽ പ്രിയപ്പെട്ട സ്നേഹ സദസ്, വിശ്വസാഹിത്യത്തിലെ അതികായകനായ ഏണസ്റ്റ് ഹെമിംഗ്വേയെക്കുറിച്ച്, ഏണസ്റ്റ് ഹെമിംഗ്വേ ഒരു മുൻനുര എന്ന പേരിൽ, ഒരു മുഖവുര എന്ന പേരിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് എം ഡി വാസുദേവൻ നായർ എഴുതിയ ഒരു ചെറു പുസ്തകമുണ്ട്. എം ഡിക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു ഏണസ്റ്റ് ഹെമിംഗ്വേ. ആ പുസ്തകത്തിൽ ഹെമിംഗ്വേയെക്കുറിച്ച് ആർച്ചിനാൾഡ് മക്ലിഷ് പറഞ്ഞ ഒരു വാചകം എം ഡി വാസുദേവൻ നായർ ഉദ്ധരിക്കുന്നുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്വന്തം ചാരനാണ് ഹെമിംഗ്വേ എന്നാണ് മക്ലിഷ് വിശേഷിപ്പിച്ചത്. ഈ വരികൾ സാക്ഷാൽ എം ഡി വാസുദേവൻ നായർക്കും അന്വർത്ഥമാണ്. എന്തുകൊണ്ടെന്നാൽ
എം ഡി എല്ലായ്പ്പോഴും ഉദ്ധരിക്കുന്ന ഒരു ജൂത പഴമൊഴിയുണ്ട്. ആ പഴമൊഴി ഇങ്ങനെയാണ്: ദൈവത്തിന് കഥ കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ദൈവം ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചത് എന്നാണ്. അതിനകത്തൊരു പാഠഭേദം വരുത്തിയാൽ ദൈവത്തിന് കഥ കേൾക്കാൻ, മലയാളിക്ക് കഥ കേൾക്കാൻ, മലയാളത്തിൻ്റെ കഥ സാർവലൗകികമാക്കുവാൻ ദൈവം സൃഷ്ടിച്ച, ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവരോട് കാലം സൃഷ്ടിച്ച ഒരു ഇതിഹാസമായിരുന്നു എം ഡി വാസുദേവൻ നായർ. എൻ്റെ മുന്നിലിരിക്കുന്ന കോളേജ് വിദ്യാർത്ഥിനികൾ, അങ്ങനെയാണ് ഞാൻ തോന്നുന്നു ക്രിസ്ത്യൻ കോളേജിലെ കുട്ടികൾ, അഖിൽ പി ധർമ്മജൻ്റെ അല്ലെങ്കിൽ അവരുടെ തലമുറ ഇൻസ്റ്റയിൽ അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദിയോട് എത്രമേൽ താതാത്മ്യം പ്രാപിക്കുന്നുവോ അത്രമേൽ എല്ലാ തലമുറയുടെയും യൗവനങ്ങളെ സ്വന്തം ഹൃദയത്തിനൊപ്പം നടത്തിയ എഴുത്തുകാരനായിരുന്നു എം ഡി. എം ഡി കയ്യൊപ്പിട്ടത് വായനക്കാരുടെ ഹൃദയത്തിൽ കയ്യൊപ്പിട്ട കാലപുരുഷൻ. എം ഡിയുടെ വിടവാങ്ങലോടെ യവനിക വീണത് സാഹിത്യത്തിൻ്റെ ഒരു യുഗത്തിനാണ്. എഴുത്തിൻ്റെ ഒരു വംശവൃക്ഷമാണ് കടപുഴകി വീണത്. അതുകൊണ്ടാണ് നമ്മൾ അനാഥരായി തീർന്നത്. നമ്മൾ എന്നത് അമ്മ മലയാളം അനാഥമായി തീർന്നത്. തിരഞ്ഞെടുത്ത കഥകൾ എന്ന പുസ്തകത്തിൻ്റെ മുൻനിരയിൽ എം ടി കുറിച്ചിട്ട കാലാതിവർത്തിയായ, കാലം നിരന്തരം ശ്രവിക്കുന്ന ഒരു വാചകമുണ്ട്. വാചകം ഇങ്ങനെയാണ്: വ്യത്യസ്തങ്ങളായ ഭൂഖണ്ഡങ്ങൾ തേടി ഞാൻ അലയാറുണ്ട്. വീണ്ടും വീണ്ടും ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വരുന്നു. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. നിളാതടത്തിലെ താന്നിക്കുന്നിൻ്റെ നെറുകയിൽ തിന്നുകൊണ്ട് തൻ്റെ ഗ്രാമജീവിതത്തിലെ മനുഷ്യരെ, അവരുടെ ഏകാന്ത സംഗീതത്തെ, അവരുടെ ആത്മസംഘർഷങ്ങളെ കഥകളാക്കിയാണ് എം ഡി വിശ്വസാഹിത്യത്തിൻ്റെ നെറുകയിലേക്ക് നടന്നു കയറിയത്. എം ഡി പറയുന്നുണ്ട്, ഞാൻ രാജപാതകളിലൂടെ സഞ്ചരിക്കുമ്പോഴും മണ്ണിൻ്റെ ചർമ്മത്തിലും ഞരമ്പിലും നോക്കി നടന്ന ഒരു മനുഷ്യനാണ്. പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇതാ ഈ പുഴയിലെ നിളയിലെ ഉദയവും നരിവാളൻ കുന്നിൻ്റെ മുകളിൽ നിന്നു കാണുന്ന അസ്തമയവുമാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാനെന്ന് എം ഡി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് 50കളുടെയും 60കളുടെയും എല്ലാ തലമുറയിൽപ്പെട്ടവരുടെയും ആത്മകഥയാണ് എം ഡി എൻ സാഹിത്യം എന്ന് പറയുമ്പോൾ എല്ലാ തലമുറകളെയും പ്രണയിക്കാൻ പഠിപ്പിച്ച, വിരഹിക്കാൻ പഠിപ്പിച്ച, ആൾക്കൂട്ടത്തിൽ ഏകാകിയാകുവാൻ പഠിപ്പിച്ച, ഗ്രാമങ്ങൾ നഗരങ്ങളാകുന്നുവെന്ന കാഴ്ചയേക്കുള്ള തിരിച്ചറിവ് സമ്മാനിച്ച എല്ലാ തലമുറകളുടെയും ഹൃദയത്തിൻ്റെ കഥാകാരനെന്ന് എം ഡിയെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എം ഡി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എം ഡിയുടെ ഒരു സൃഷ്ടി അച്ചടി മഷി പുരളുന്നത്. ഭാരതത്തിലെ വൈരവ്യവസായം എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ പേര്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോഴാണ് രക്തം പുരണ്ട മൺതരികൾ എന്ന കഥാസമാഹാരം പ്രസിദ്ധീകരിക്കുന്നത്. എം ഡിയുടെ ആദ്യത്തെ കഥ
ചിത്രകേരളം മാസികയിൽ വന്ന വിഷു ആഘോഷം ആണ്. എന്നാൽ എം ഡിയെ മലയാളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് ലോക ചെറുകഥാ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ വളർത്തുമൃഗങ്ങൾ എന്ന കഥയാണ്. തുടർന്നാണ് 25-ാമത്തെ വയസ്സിൽ, ഏകദേശം 25-ാമത്തെ വയസ്സിലാണ് എം ഡിയുടെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്, നാലുകെട്ട്. നിങ്ങൾ നാലുകെട്ടിനെ നോക്കിക്കാണേണ്ടത് അന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം കൂടി കേരളം ഒരു സംക്രമ ദിശയിലേക്ക് കടക്കുന്നത്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, കുടുംബം ഘടനാപരമായി അട്ടിമറിക്കപ്പെട്ട ഒരു നൂറ്റാണ്ടാണിത്. കൂട്ടുകുടുംബത്തിൻ്റെ സഹജ അവബോധത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക്, പരമാണുവൽക്കരണത്തിലേക്കാണ് ആധുനിക മലയാളി ഇന്നെത്തപ്പെട്ടതെങ്കിൽ 1950കളുടെ ഉത്തരാർദ്ധത്തിൽ കൂട്ടുകുടുംബത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ തകർച്ചയിൽ നിന്നുകൊണ്ടാണ് നാലുകെട്ട് പിറക്കുന്നത്. മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ അവശേഷിപ്പുകളിലൊന്നായി ആ തലമുറയിലെ ഒരു ഇളമുറക്കാരൻ അവൻ അനുഭവിച്ച ഏകാന്തതയുടെ വ്യഥകൾ, ആ മരുമക്കത്തായ സമ്പ്രദായത്തിലുണ്ടായ കൂട്ടുകുടുംബത്തിലെ സംഘർഷങ്ങൾ, ഇഷ്ടപുരുഷനോടൊപ്പം ഇറങ്ങിപ്പോയ വടക്കേപ്പാട്ടിലെ മാളുവമ്മ, അവരുടെ മകൻ അപ്പുണ്ണി. ഞാൻ ആ നോവലിൻ്റെ ഒന്നും ചരിത്രപരമായ ആഴങ്ങളിലേക്ക് ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ പോകുവാൻ ഉദ്ദേശിക്കുന്നില്ല. ആ നാലുകെട്ടിൻ്റെ അവസാനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ സാമൂഹിക പരിവർത്തനത്തിൻ്റെ, കേരളീയ കുടുംബഘടനകളിലുണ്ടായ ഘടനാപരമായ അട്ടിമറികളെക്കുറിച്ചുള്ള സർഗാത്മകമായ ഒരു അന്വേഷണത്തിൻ്റെ ബലശ്രുതി കൂടിയാണ് നാലുകെട്ട് എന്ന് പറയുമ്പോൾ, നാലുകെട്ടിൻ്റെ അവസാനം അപ്പുണ്ണി അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, ഈ നാലുകെട്ട് നമുക്ക് പൊളിച്ചു കളയണം. കാറ്റും വെളിച്ചവും കടക്കുന്ന മുറികൾ മതി എന്ന് അപ്പുണ്ണി പറയുന്നുണ്ട്. അത് കേരളത്തിൻ്റെ കുടുംബഘടനകളിൽ സംഭവിച്ച വിപ്ലവകരമായ പരിണാമത്തിൻ്റെ തുടക്കവും ആധുനികതയിലേക്ക്, ആധുനിക മനുഷ്യൻ്റെ സ്വത്വത്തിലേക്കുള്ള മലയാളിയുടെ പ്രയാണത്തിൻ്റെ നാന്ദി മൊഴിയായി ഈ നാലുകെട്ട് നമുക്ക് പൊളിച്ചു കളയണം എന്ന അപ്പുണ്ണിയുടെ വാക്കുകൾ പുതിയ കാലത്ത് വായിക്കാം. പിന്നീടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കാലം എന്ന് പറഞ്ഞ നോവൽ പിറക്കുന്നത്. അവിടെ ഞാൻ ആനുഷംഗികമായി സൂചിപ്പിക്കട്ടെ, എം ഡിയുടെ മരണാനന്തരം നമ്മുടെ നവസാമൂഹിക മാധ്യമങ്ങളിൽ കവിതയും കുറിപ്പുകളും പ്രളയപ്പാച്ചിൽ പോലെ എഴുതുന്ന കുറെ എഴുത്താളർ, നവസാമൂഹിക മാധ്യമങ്ങളിലെ ശവന്തീനികളായ കുറെ അല്പജന്മങ്ങൾ മരണാനന്തരം എം ഡി ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്നുള്ള രീതിയിൽ വ്യാപകമായ പ്രചരണം നവസാമൂഹിക മാധ്യമങ്ങളിൽ നടത്തുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട സദസ്, നാളിതുവരെയുള്ള ഇതൊരു കുടുംബശ്രീയാണ്. 1998 കേരളം ലോകത്തിന് മുൻപാകെ മാതൃക കാണിച്ച കുടുംബശ്രീ. ഈ കുടുംബശ്രീയുടെ കേന്ദ്ര ബിംബമായിട്ട് ഞാൻ കാണുന്നത് ഭൂമിയിൽ ഒരു കുഞ്ഞും വിശക്കാതെ ഉറങ്ങുന്ന വിളനിറഞ്ഞ ഭൂമിക്ക് വേണ്ടിയുള്ള പെൺമയുടെ കരുത്ത് എന്നാണ്. എം ഡി ഒരു സ്ത്രീ വിരുദ്ധനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മരണാനന്തരം നവസാമൂഹിക മാധ്യമങ്ങളിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച ശവന്തീനികൾ ഓലിയിടുമ്പോൾ, നാളിതുവരെയുള്ള എൻ്റെ എളിയ വായനാനുഭവത്തിൽ ഞാൻ വായിച്ച, ഞാൻ കേട്ട ഏറ്റവും ശക്തമായ ഹൃദയപക്ഷ സ്ത്രീവാക്യം കാലം എന്ന നോവലിൻ്റെ അവസാനം സുമിത്ര സേതുവിനോട് പറയുന്ന ഒരു വാക്യമാണ്.
ആ വാക്യം ഇങ്ങനെയാണ്: സേതു എന്നും സേതുവിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്നാണ് ആ വാക്യം. അത് കഴിഞ്ഞാണ് വൈയക്തികമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ, പുതിയ കാലത്തിൻ്റെ കേരളീയ സമൂഹം തങ്ങളുടെ വിശുദ്ധ വേദ പുസ്തകമായി പ്രഖ്യാപിക്കേണ്ട ഒരു നോവൽ MD എഴുതുന്നത്. അത് അസുരവിത്ത് എന്നാണ് ആ നോവലിൻ്റെ പേര്. ഇതിനിടയിൽ ഞാനൊരു ആത്മഹത്യയെക്കുറിച്ച് പരാമർശിക്കട്ടെ. 1984 ആ ആത്മഹത്യ അരങ്ങേറുന്നത്. എറണാകുളത്ത് പാഞ്ഞു വന്ന തീവണ്ടിക്ക് മുൻപിൽ തലവെച്ച് 23 വയസ്സുള്ള സുബ്രഹ്മണ്യദാസ് എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. സുബ്രഹ്മണ്യദാസ് നന്നായി കവിതകൾ എഴുതുമായിരുന്ന, നന്നായി ചിത്രം വരയ്ക്കുമായിരുന്ന, തോക്കിൻ കുഴലിലൂടെ ഈ രാജ്യത്ത് വിപ്ലവം വരുമെന്ന് വ്യാമോഹിച്ച സുബ്രഹ്മണ്യദാസ് പാഞ്ഞു വന്ന തീവണ്ടിക്ക് മുൻപിൽ തലവെച്ച് ആത്മഹനനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ചോര കൊണ്ട് ചിന്നിച്ചിതറിയ അവൻ്റെ ശവശരീരത്തിൻ്റെ ഇടത്തെ പോക്കറ്റിൽ ഒരു തുണ്ട് കടലാസിൽ ഒരൊറ്റ വരിയിൽ ഒരാത്മഹത്യാ കുറിപ്പുണ്ടായിരുന്നു. ആ വരി ഇങ്ങനെയായിരുന്നു: കേരളം ഒരു തോറ്റ ജനതയാണ് എന്ന്. കേരളം ഒരു തോറ്റ ജനതയാണ് എന്ന് കുറിപ്പെഴുതി വെച്ചിട്ടാണ് സുബ്രഹ്മണ്യദാസ് ആത്മഹനനത്തിലേക്ക് കടന്നുപോയത്. എന്നാൽ അന്ന് അതിൻ്റെ പൊരുൾ ആർക്കും മനസ്സിലായില്ല. എങ്ങനെയാണ് കേരളം ഒരു തോറ്റ ജനതയാകുന്നത്? ലോകത്തിലെ വികസിത രാജ്യങ്ങൾക്കൊപ്പം ജീവിത ഭൂപടമുള്ള, ഉയർന്ന സാക്ഷരതയുള്ള, ഉയർന്ന സാംസ്കാരിക പ്രബുദ്ധതയുള്ള, ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള, കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള, ഉയർന്ന ആരോഗ്യ നിലവാരമുള്ള കേരളം എങ്ങനെയാണ് ഒരു തോറ്റ ജനതയാകുന്നത്? എന്നാൽ ഇന്ന് അതിൻ്റെ പൊരുൾ നാം തിരിച്ചറിയുന്നു. കേരളീയ സമൂഹം ജാതീയതയിലേക്ക്, സാമുദായികതയിലേക്ക്, നരബലി, ഇലന്തൂരിലെ നരബലി അടക്കം, വ്യാജ സമാധി അടക്കം, ഇഷ്ടപ്രണയത്തെ കഷായത്തിനുള്ളിൽ വിഷം കൊടുത്തു കൊല്ലുന്ന, പ്രണയിച്ച് സ്നേഹിച്ച് പരിണയിച്ച് വിവാഹം കഴിച്ച പെണ്ണിനെ സ്ത്രീധനം കുറഞ്ഞതിൻ്റെ പേരിൽ വിഷപ്പാമ്പിനെ കടത്തിവിടുന്ന, സർവോപരി മാനവികതയിൽ നിന്ന് വർഗീയതയിലേക്ക് കേരളം തിരിച്ചു വരുമ്പോഴാണ് ഈ അസുരവിത്ത് എന്ന് പറഞ്ഞ നോവൽ വീണ്ടും വീണ്ടും വായിക്കേണ്ടുന്നത്. ആ നോവൽ തുടങ്ങുന്നത് ശേഖരൻ മുതലാളി അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ വിവരിച്ചുകൊണ്ടാണ്. അപ്പുറം ഇസ്ലാം മതത്തിലുള്ള മുസ്ലിമായ ഒരു മുതലാളി തങ്ങളുടെ പള്ളി പുനരുദ്ധരിക്കുന്നു, പുതുക്കിപ്പണിയുന്നു. ഗ്രാമത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷം. അസുരവിത്തിലെ കിഴക്കേ മുറി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ അസുരവിത്തിലെ നായകനായ ഗോവിന്ദൻകുട്ടിയെ സ്വന്തം തറവാട്ടിൽ നിന്ന് പോലും ആട്ടിയോടിച്ചിരിക്കുകയാണ്. കള്ളൻ, എല്ലാവരാലും വെറുക്കപ്പെട്ട, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട MDN സാഹിത്യ ഭൂമികയിൽ ഉടനീളം കാണുന്ന ആത്മസംഘർഷങ്ങളുടെ നിയാമക വ്യവസ്ഥയ്ക്കെതിരെ സംഘർഷ നിർഭരമായ മനസ്സുമായി എല്ലാവരിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട, അത്യന്തം പീഡിതനായ ഗോവിന്ദൻകുട്ടിയെ ഗ്രാമഹൃദയത്തിൽ വെച്ച് സ്വന്തം സമുദായത്തിലെ, ഹിന്ദു സമുദായത്തിലെ പ്രമാണിമാർ മാരകമായി മർദ്ദിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഗോവിന്ദൻകുട്ടിയെ രക്ഷിക്കുന്നത് ഇസ്ലാമായ കുഞ്ഞിമരക്കാരാണ്. അതിനുശേഷം ഗോവിന്ദൻകുട്ടി അബ്ദുള്ളയായി മതം മാറി തൻ്റെ ജീവൻ രക്ഷിച്ച ഈ കുഞ്ഞിമരക്കാരുടെ വീട്ടിലെത്തുന്നു. അപ്പോൾ കുഞ്ഞിമരക്കാർ പറയുന്ന മറുപടിയാണ് മതാതീത കേരളത്തിൻ്റെ മാനവികതയുടെ ഹൃദയമൊഴികളെന്ന് ഇന്നു നാം തിരിച്ചറിയണം. കുഞ്ഞിമരക്കാർ മതം മാറി, അബ്ദുള്ളയായി മതം മാറി എത്തിയ ഗോവിന്ദൻകുട്ടിയോട് പറയുന്നു, ഈ വീട്ടുമുറ്റത്ത് കാല് കുത്തിപ്പോകരുത്. മതം മാറാൻ വേണ്ടിയല്ല നിന്നെ നമ്മൾ രക്ഷിച്ചത്.
ഒരു മനുഷ്യനായതുകൊണ്ടാണ് എന്ന്. മനുഷ്യൻ എത്ര മഹത്തായ പദം എന്ന് ഗോർക്കി പറഞ്ഞത് ഓർക്കുക. അന്ന് അവിടുന്ന് ഗ്രാമത്തിൽ നിന്നും നാട് വിട്ടുപോയ ഗോവിന്ദൻകുട്ടി പിന്നീട് തിരിച്ചു വരുന്നത് ഗ്രാമത്തിൽ മാരകമായ വസൂരി പടർന്ന് ഗ്രാമം ഒന്നടങ്കം ചിതയിലേക്ക് പോകുമ്പോഴാണ്. അവിടെ ഓരോ വീടകങ്ങളിലും മാരകമായ പകർച്ചവ്യാധി വന്ന ആളുകൾ മരിക്കുകയാണ്. ഒരാൾ പോലും രോഗം പടരുമെന്നറിഞ്ഞുകൊണ്ട് മരണാസന്നനായ ഒരാളെ ശുശ്രൂഷിക്കാൻ തയ്യാറാകുന്നില്ല. ഗ്രാമത്തിൻ്റെ നാൽക്കവലകളിലും പറമ്പുകളിലും അനാഥ ശവങ്ങളെല്ലാം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജാതി മതഭേദമന്യേ മരണത്തെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് കിഴക്കേമുറി ഗ്രാമത്തിലെ ഓരോ വീടകങ്ങളിലും വസൂരി ബാധിതരുടെ ഓരോ വീടകങ്ങളിലും എത്തി അവരുടെ രോഗത്തെ ശമിപ്പിച്ച് അനാഥ ശവങ്ങളെ ചിതയിലെടുത്ത് ദഹിപ്പിച്ച് ഇസ്ലാം മതത്തിൽപ്പെട്ടവരെ ആണെങ്കിൽ അവരെ ഖബറടക്കി. നമുക്കറിയാം, കഴിഞ്ഞ സരസ്വമേള നടന്നു വന്നപ്പോൾ ഇവിടെ സ്വാഗത ഭാഷകൻ പറഞ്ഞു, കേരളത്തിൽ പ്രളയം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ പ്രദേശങ്ങളിൽ ഒന്ന് ഈ ചെങ്ങന്നൂരാണ്. പ്രളയം വന്ന് സർവ്വതും കുത്തിയൊലിച്ചു പോയപ്പോൾ അതിജീവനത്തിൻ്റെ തീരങ്ങളിലേക്ക് കേരളം നീന്തിക്കയറിയത് രാഷ്ട്രീയ മതഭേദമന്യേ കേരളം ഒരേ മനസ്സോടുകൂടിയാണ്. കോവിഡ് വന്നപ്പോഴും അങ്ങനെയായിരുന്നു. വീണ്ടും നമ്മൾ ശത്രുതയുടെ കളങ്ങളിലേക്ക് പ്രളയം കഴിഞ്ഞപ്പോൾ തിരിച്ചുപോയി. അതേപോലെ ആ വസൂരിക്കാലത്ത് ആ ഗ്രാമത്തിൻ്റെ ഒന്നടങ്കം കാവലാളായി ഗോവിന്ദൻകുട്ടി മാറുന്നു എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, മതാതീത കേരളത്തിൻ്റെ മതാതീത മാനവികതയുടെ വേദപുസ്തകമാണ് എം ഡിയുടെ അസുരവിത്ത് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നീടാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ, ഇപ്പോഴും നമ്മുടെ പുതുതലമുറ ഇൻസ്റ്റയിൽ കോറിയിടുന്ന പ്രണയമൊഴികളുടെ കേദാരമായ മഞ്ഞ് എന്ന നോവൽ. മഞ്ഞിൻ്റെ ആമുഖത്തിൽ എം ഡി ആർച്ചിനാൾഡ് മക്ലിഷിനെ ഉദ്ധരിച്ചുകൊണ്ടെഴുതിയ ഒരു വാചകമുണ്ട്. ഉറങ്ങുന്ന മരക്കൊമ്പിൽ നിന്ന് തെറിച്ചു പോകുന്ന പറവക്കൂട്ടം പോലെ കവിയുടെ വാക്കുകൾ കാലത്തിലേക്ക് വീണുപോയിരിക്കുന്നു, കാലത്തിന് എക്കാലവും സൂക്ഷിക്കാൻ വേണ്ടി. ഈ വരികൾ എം ഡിയുടെ സാഹിത്യ ജീവിതത്തിലുടനീളം അന്വർത്ഥമാണ്, പൂരകമാണ്. കാരണം കാലം ഹൃദയത്തിലേക്കിട്ട, കാലം എക്കാലവും സൂക്ഷിക്കുന്ന സാരസ്വതങ്ങളാണ്, എഴുത്താണ് എം ഡിയുടെ കൃതികളെല്ലാം. എം ഡിയുടെ മഞ്ഞ് കാത്തിരിപ്പിൻ്റെ, മഞ്ഞുറയുന്ന പ്രണയത്തിൻ്റെ ഹിമാനികളുടെ ഹൃദയത്തെ ചുംബിക്കുന്ന, ഹൃദയത്തെ ദ്രവീകരിക്കുന്ന മഞ്ഞുപാളികളിൽ വിടർന്ന ഒരു പ്രണയ പുഷ്പമാണ് എം ഡിയുടെ മഞ്ഞ് എന്ന് പറയുന്നത്. ആ മഞ്ഞിലൊരു വരി മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും ഹൃദയത്തെ ചുംബിക്കുന്ന പ്രണയവരി അതാണ്. കാത്തിരിപ്പോളം വലിയൊരു പ്രാർത്ഥനയില്ല എന്നുള്ളതാണ് ആ വരി. ആ മഞ്ഞിലുടനീളം ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. മഞ്ഞിലെ നായികയായ വിമല കാത്തിരിക്കുന്നത് തൻ്റെ പ്രണയിയായ സുധീർ മിശ്രയാണ്, സുധീർ കുമാറിനെയാണ്. ആ മഞ്ഞിലെ നൈനിത്താൾ തടാകം കാത്തിരിക്കുന്നത് തൻ്റെ ആഴങ്ങളിലേക്ക് വരുന്ന സഞ്ചാരികളെയാണ്. മേഫ്ലവർ എന്ന് പറഞ്ഞ തോണി കാത്തിരിക്കുന്നത് യാത്രികരെയാണ്. തോണിക്കാരനായ ബുദ്ധു കാത്തിരിക്കുന്നത് പിറവിയിലെ തന്നെ ഉപേക്ഷിച്ചു പോയ അച്ഛനെയാണ്. അവിടെ വിമലയോട് സർദാർജി എന്ന് പറഞ്ഞ കഥാപാത്രം പറയുന്ന എക്കാലത്തെയും വ്യതിരക്തമായ വേറിട്ട ഒരു പ്രണയ വാക്കുണ്ട്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല, എങ്കിലും എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അതാണ് മഞ്ഞ്. പിന്നീടാണ് മലയാളം ലോക ക്ലാസിക് കൃതിയായി മലയാളത്തിൽ നിന്നെടുക്കാൻ കഴിയുന്ന, മലയാളത്തിൻ്റെ നാളിതുവരെയുള്ള മലയാള ഭാവനകൾക്ക് അപ്രാപ്യമായ വിശ്വോത്തരമായ ഒരു ക്ലാസിക് കൃതി എന്ന് വിവക്ഷിക്കപ്പെടാൻ കഴിയുന്ന
രണ്ടാമൂഴം എന്ന് പറഞ്ഞ കൃതി പിറക്കുന്നത്. 1972 കളുടെ ഉത്തരാർത്ഥത്തിലാണ്. കൃത്യം പറഞ്ഞാൽ എം ഡിക്ക് 44 വയസ്സുള്ളപ്പോൾ രക്തം ഛർദ്ദിച്ച് മരണത്തിൻ്റെ ഗുഹാമുഖം വരെ ആ ഇതിഹാസകാരനായ എഴുത്തുകാരൻ വൈദ്യശാസ്ത്രം പറഞ്ഞു, എം ഡി ഒരിക്കലും തിരിച്ചു വരില്ല, എം ഡി മരിച്ചു പോകുമെന്ന് അന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിരുന്നു. എം ഡിയുടെ ഉറ്റവരെല്ലാം എം ഡി ഉറപ്പായും മരിക്കും. കാരണം ആത്മവിനാശത്തിൻ്റെ അരാജകമായ വഴികളിലൂടെയുള്ള എം ഡിയുടെ യാത്ര രക്തം ഛർദ്ദിച്ച് കിടക്കുകയാണ്. അവിടെ നിന്നാണ് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ എം ഡി ജീവിതത്തിൻ്റെ ഹരിതാഭയിലേക്ക് തിരിച്ചു വന്നു. ആ നിമിഷമാണ് കാലം തനിക്ക് നൽകിയ ഈ ആയുസ്സിൻ്റെ സുഹൃതം, ആ സുഹൃതത്തിൻ്റെ ധന്യതയിൽ നിന്നുകൊണ്ടാണ് വ്യാസൻ, കൃഷ്ണദ്വൈപായനൻ മഹാഭാരതത്തിൻ്റെ അടരുകളിൽ ഒളിപ്പിച്ചു വെച്ച മൗനങ്ങൾ കടഞ്ഞ് എം ഡി രണ്ടാമൂഴം എഴുതുന്നത്. ഒരർത്ഥത്തിൽ നാലുകെട്ടിലെ അപ്പുണ്ണിയുടെ വികസിത രൂപമാണ് എം ഡിയുടെ രണ്ടാമൂഴം എന്നത്. നിങ്ങൾ ഓർക്കേണ്ടത്, എം ഡി യുദ്ധങ്ങളെക്കുറിച്ച് എഴുതിയില്ല, പക്ഷേ എം ഡി യോദ്ധാക്കളെക്കുറിച്ച് എഴുതി. എം ഡി പ്രളയത്തെക്കുറിച്ച് എഴുതിയില്ല, പക്ഷേ എം ഡി പ്രണയത്തെക്കുറിച്ച് എഴുതി. എം ഡി അഗ്നിപർവ്വത സ്ഫോടനങ്ങളെക്കുറിച്ച് എഴുതിയില്ല, പക്ഷേ ഉള്ളിൽ അഗ്നിപർവ്വതങ്ങളെ സൂക്ഷിക്കുന്ന നിസാരരായ മനുഷ്യരെക്കുറിച്ച് എം ഡി എഴുതി. എം ഡി ആൾക്കൂട്ടങ്ങളെക്കുറിച്ച് എഴുതിയില്ല, പക്ഷേ എം ഡി ആൾക്കൂട്ടത്തിൽ ഏകാകികളായവരെ കുറിച്ച് എഴുതി. എം ഡി വിമോചിതരെക്കുറിച്ച് എഴുതിയില്ല, പക്ഷേ എം ഡി വിധേയപ്പെട്ടവരെ കുറിച്ച് എം ഡി എഴുതി. എം ഡി യുദ്ധത്തിൽ വിജയിച്ചവരെ കുറിച്ച് എഴുതിയില്ല, എം ഡി തോറ്റുപോയവരെ കുറിച്ചാണ് എഴുതിയത്. അങ്ങനെ എപ്പോഴും രണ്ടാമൂഴത്തിൽ തോറ്റുപോയ ഒരുവനെ ആധുനിക മനുഷ്യൻ്റെ ധർമ്മസങ്കടങ്ങളുമായി ചേർത്തുവെച്ചാണ് എം ഡി രണ്ടാമൂഴം എഴുതിയത്. അത് മറ്റൊരർത്ഥത്തിൽ മലയാളത്തിലെ ഏറ്റവും ഔന്നത്യമാർന്ന ദാർശനിക തലം കൂടിയുള്ള ഒരു നോവലാണ് എം ഡിയുടെ രണ്ടാമൂഴം. ഒരു ഉദാഹരണം, ഈ നിരീക്ഷണം കാതോർക്കൂ. സമൂഹത്തിന് ഒരു വേട്ടക്കാരൻ്റെ മനസ്സാണ്. നിങ്ങളുടെ പതനത്തിൽ സമൂഹം ആർത്തുല്ലസിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആ മലയാളിയുടെ കപട സദാചാര സമൂഹത്തിൻ്റെ മനഃശാസ്ത്രമാണ് എം ഡി ആ വാക്കുകളിൽ കോറിയിട്ടത്. സമൂഹത്തിന് ഒരു വേട്ടക്കാരൻ്റെ മനസ്സാണ്, ഇരയെ വീഴ്ത്തുമ്പോൾ അതിൻ്റെ ആഹ്ലാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ വരികൾ. എം ഡി അവസാനം എഴുതിയ നോവൽ വാരണാസിയാണ്. ശവങ്ങളെരിയുന്ന മണികർണികയിൽ, ശ്മശാന ഭൂമിയിൽ, എല്ലാ പാപങ്ങളും ഒഴുകുന്ന ഗംഗയിൽ, കാലഭൈരവൻ്റെ കാശിയിൽ തൻ്റെ പ്രണയ പാപങ്ങളെ നിബഞ്ജനം ചെയ്യാനായി പോകുന്ന സുധാകരൻ. ഞാൻ അതിൻ്റെ ഒന്നും ദാർശനികപരമായ ആഴങ്ങളിലേക്ക് ഒരു ദിവസം കൊണ്ട് എനിക്ക് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. അത്രമേൽ ഇതാണ് ഓരോ കൃതികളുടെയും ആഴങ്ങൾ. എം ഡിയുടെ കഥകൾ, എല്ലാ കഥകളിലേക്കും ഞാൻ പോകുന്നില്ല. എം ഡിയുടെ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ കഥ, അത് തീർത്ഥാടനം എന്ന പേരിൽ സിനിമയായിട്ടുണ്ട്. മഹാകവി അക്കിത്തത്തിനോടൊരിക്കൽ എം ഡി പരിഭവം പോലെ, വിഷമം പോലെ പറഞ്ഞു, എനിക്ക് കവിത എഴുതാനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം. ഞാൻ കവിത എഴുതിയതാണ് തുടങ്ങിയത്, പക്ഷെ കവിതയിൽ തഴച്ചു വളരാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന്. അപ്പോൾ മലയാളത്തിൻ്റെ സുഹൃതം കൂടിയായ മഹാകവി അക്കിത്തം പറഞ്ഞു, വാസൂട്ട, അങ്ങനെയാണ് വിളിക്കുന്നത്, വാസൂട്ട, നീ എഴുതുന്നത് എന്തും ഓരോ കവിത തന്നെയാണല്ലോ എന്ന്. എം ഡിയുടെ ചെറുകഥകളെല്ലാം ഒരു കവിതകൾ തന്നെയായിരുന്നു, ഒരു കവിത തന്നെയായിരുന്നു. വാനപ്രസ്ഥം പ്രണയത്തിന് സ്ഥലകാലങ്ങൾക്കപ്പുറം, ജരാനരകൾക്കപ്പുറം പ്രണയം എത്ര അതീന്ദ്രിയമായ ഭാവതലം ഉൾക്കൊള്ളുന്ന, ജീവിതത്തെ സംഗീതമാക്കുന്ന ഒരു വികാരമാണെന്ന്
മലയാളി ഹൃദയത്തിൽ അനുഭവിച്ചറിഞ്ഞത് ആ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ കഥയിലാണ്. കരുണാകരൻ മാഷ്, വിനോദിനി, ഗുരുവും ശിഷ്യയും കുടജാദ്രി കയറുകയാണ്. ഒരു കാലത്ത് ഗുരുവിനും ശിഷ്യയ്ക്കും തമ്മിൽ ഉള്ളിൽ ഒരു മൂകാനുരാഗമുണ്ടായിരുന്നു. പക്ഷേ പ്രതാപത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സവർണ യാഥാസ്ഥിതിക തറവാട്ടിലെ വിനോദിനിയോട് തൻ്റെ ഇംഗിതം വെളിപ്പെടുത്താൻ ദരിദ്രനായ നിർധനനായ കരുണാകരൻ മാഷിന് കഴിയില്ലായിരുന്നു. മാഷിനോടുള്ള ഇഷ്ടം തനിക്കൊരാളെ ഇഷ്ടമാണ് എന്ന് തറവാടിൻ്റെ അകത്തളത്തിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടെങ്കിലും നിമന്ത്രിക്കുവാനുള്ള ആർജവം, അധികാരം യഥാർത്ഥത്തിൽ വിനോദിനിക്കില്ലായിരുന്നു. കാലനദി ഒഴുകിപ്പോയി. വിനോദിനിയുടെ തറവാട് ക്ഷയിച്ചു. അവൾ ഇന്നും അവിവാഹിതയായി തുടരുകയാണ്. മാഷ് കുടുംബ പ്രാരാബ്ദങ്ങളിൽ. എങ്കിലും അവർ സൗപർണികയുടെ തീരത്ത് മൂകാംബികയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ഗുരുവും ശിഷ്യയും മല കയറുകയാണ്. അവിടെ MD ഉപയോഗിച്ച അനന്യലാവണ്യമാർന്ന അജുംബിതമാർന്ന ഒരു ബിംബമുണ്ട്. പ്രായം തളർത്തിയെങ്കിലും അവരുടെ ഉള്ളിൽ നിന്ന് കാമനകളുടെ ഹിംസ്ര ജന്തുക്കൾ പുറത്തേക്ക് വന്നു. പക്ഷേ തളർത്തിയ ശരീരത്തിനുള്ളിൽ പുറത്തേക്ക് തലനീട്ടിയ ഹിംസ്ര ജന്തുക്കൾ ഉള്ളിലേക്ക് തന്നെ മടങ്ങി എന്ന് പറയുന്ന സൗപർണികയുടെ ഹൃദയപ്രവാഹത്തിൽ, കുടജാദ്രിയുടെ വിശ്രാന്തിയിൽ അപൂർവമായ ഒരു അനുരാഗത്തിൻ്റെ, വർണ്ണിക്കാൻ വാക്കുകളില്ല ആ കഥയെക്കുറിച്ച്. MD 22ാമത്തെ വയസ്സിലാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ സഹപത്രാധിപരായി മാറുന്നത്. നിങ്ങൾ ഓർക്കേണ്ട, മലയാളം ചർച്ച ചെയ്യേണ്ട വർത്തമാനകാലത്ത് മാധ്യമരംഗം എന്ന് പറയുന്നത് ഇരകൾക്ക് ചരിത്രകാരന്മാരില്ലാത്തിടത്തോളം വേട്ടയുടെ കഥകൾ പൊലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോക്കസിൻ്റെയും ഉപജാപക സംഘത്തിൻ്റെയും ഒക്കെ പിടിയിലമർന്ന ആധുനിക മലയാള സാഹിത്യത്തിലെ ആധുനികതയും ഉത്തരാധുനികതയും അടക്കമുള്ള സങ്കേതങ്ങൾ നിങ്ങൾ ഓർക്കേണ്ടത് MD ഈ സാഹിത്യധാരകളുടെയോ സങ്കേതങ്ങളുടെയോ ഭാഗമായിരുന്നില്ല. പക്ഷേ ആധുനികതരായ എഴുത്തുകാരെ ജ്വലിപ്പിച്ചത് MD എന്ന് പറഞ്ഞ പത്രാധിപർ തന്നെയായിരുന്നു. 18ാമത്തെ വയസ്സിൽ ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു കൗമാരക്കാരൻ, ഊരോ പേരോ മേൽവിലാസവും ഒന്നുമില്ലാതെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്ക് ഒരു കഥ അയക്കുന്നു. കഥയുടെ പേര് ഉണ്ണി. കാലത്തിൻ്റെ അതിരുകളെ കാണുന്ന ക്രാന്തദർശിയായ MD എന്ന് പറഞ്ഞ പത്രാധിപർ തൻ്റെ ഭാവുകത്വത്തിൻ്റെ ചതുരക്കള്ളിയിലല്ല, മറിച്ച് ഈ കഥ ആധുനികതയുടെ അരുണോദയത്തിൻ്റെ നാന്ദിമൊഴിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ 18 വയസ്സുകാരൻ്റെ കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പേജിൽ വളരെ വർണ്ണാഭമായി പ്രസിദ്ധീകരിക്കുന്നു. അവിടെ നിന്നാണ് സക്കറിയ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ തുടക്കം. M. മുകുന്ദൻ, കാക്കനാടൻ, ഇന്നും മലയാളത്തിൻ്റെ ഭാവനയ്ക്ക് അപ്രാപ്യമായ, ഇന്നും മലയാളത്തിന് ദൈക്ഷണികവും സർഗാത്മകവുമായ രീതിയിൽ പിന്തുടരാൻ കഴിയാത്ത മേതിൽ രാധാകൃഷ്ണന്റെ സൂര്യവംശം, സേതുവിൻ്റെ പാണ്ഡവപുരം, M. സുകുമാരൻ്റെ തിത്തുണ്ണി അടക്കം മലയാളത്തിൽ പിൽക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട എല്ലാ കൃതികളെയും സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന പത്രാധിപരായിരുന്നു MD. അതിനപ്പുറം നിങ്ങൾക്കറിയാവോ, ലോക സാഹിത്യത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച ഒരാത്മകഥ മലയാളത്തിലേതാണ്. നിളാതടത്തിലൂടെ തൻ്റെ കാവ്യകന്യകയെ തേടിയലഞ്ഞ് തൻ്റെ വിഭ്രാത്മകമായ, തൻ്റെ അരാജകമായ വഴികളിലുടനീളം കാവ്യകന്യകയെ തേടി നിളാതടത്തിൽ ലക്കിടി മലകൾക്കിടയിൽ ഇങ്ങനെ അലഞ്ഞലഞ്ഞ അവധൂതനായിരുന്ന മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞ കഥ, അരങ്ങ് കാണാത്ത തിക്കോടിയൻ നടൻ എന്ന തിക്കോടിയൻ്റെ ആത്മകഥ, ഇവനെൻ്റെ പ്രിയ CJ എന്ന റോസി തോമസിൻ്റെ ആത്മകഥ അടക്കം കവിതയില്, കഥയില്
നവീന ഭാവുകത്വത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന പത്രാധിപർ കൂടിയായിരുന്നു MD. വാക്കും നോക്കും ഒന്നിക്കുന്ന കലയാണ് സിനിമ. 54ഓളം സിനിമകൾക്കാണ് MD തിരക്കഥ എഴുതിയത്. ഒരു സിനിമ മാത്രം പറയാം. 1972 മലയാള സിനിമയുടെ നവതരംഗ സിനിമയുടെ തിരശീല അഭ്രപാളി 1972 MD സംവിധാനം ചെയ്യുന്ന നിർമാല്യം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. രാഷ്ട്രപതിയുടെ സുവർണ മെഡൽ കിട്ടിയ മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ. തൻ്റെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയെ ആസ്പദമാക്കി MD തീർത്ത മലയാളത്തിലെ നവതരംഗ സിനിമയുടെ തുടക്കമായി മാറിയ നിർമാല്യം എന്ന് പറഞ്ഞ സിനിമ. ആ നിർമാല്യത്തിൻ്റെ അവസാനമാണ് ഭരത് പുരസ്കാരം കിട്ടിയ നായക നടനായ PJ ആൻ്റണി അഭിനയിച്ച വെളിച്ചപ്പാട്. ദാരിദ്ര്യത്തിൻ്റെ വറുതിയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയോടുള്ള തീവ്രമായ പ്രതിഷേധം മൂലം ദേവീ വിഗ്രഹത്തിലേക്ക് ചോര തുപ്പുന്നത്. പിൽക്കാലത്ത് MD പറഞ്ഞു, ഇന്നായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ കഴിയുമായിരുന്നില്ല എന്ന്. ഒരു തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക്, തലമുറകളുടെ രക്തത്തിൽ നിന്ന് തലമുറകളുടെ രക്തത്തിലേക്ക്, തലമുറകളുടെ ചേതനകളിൽ നിന്ന് തലമുറകളുടെ ചേതനകളിലേക്ക് ചതിയൻ ചന്തുവായി മാറിയ ഒരുവനെ കേവലം 2.5 മണിക്കൂർ കൊണ്ട് അവനെ അപനിർമ്മിച്ച് ചതിയനല്ലാത്ത ചന്തുവാക്കി മാറ്റിയ മാന്ത്രിക വിരലുകളുടെ പേരുകൂടിയാണ് MD. വടക്കൻ വീരഗാഥ. എണ്ണമറ്റ ആ സിനിമകളുടെ ഒന്നും ചരിത്രപരമായ ആഴങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. MD എന്ന് പറയുന്ന വായനക്കാരനെ കൂടി പരാമർശിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഷണം അവസാനിപ്പിക്കാം. 1986 കേരളത്തിൽ ഒരു നാടകം നിരോധിക്കപ്പെട്ടു. നാടകത്തിൻ്റെ പേര് ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്നായിരുന്നു. നിരോധിക്കപ്പെട്ട നാടക നിരോധനത്തിനെതിരെ കോഴിക്കോട്ട് നടന്ന ഒരു വലിയ സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത് MD ആയിരുന്നു. ആ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് 1986 MD പറഞ്ഞു, ഇവിടെ നിരോധിക്കപ്പെട്ട ഈ നാടകം, ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന നാടകത്തിന് ആധാരമായ ദ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന നിക്കോസ് കസാന്താക്കിസിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് 1956 1957 പീറ്റർ ബ്രൂക്കെയിൽ ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്. അന്ന് ഞാൻ ഈ പുസ്തകം വായിച്ചിരുന്നു. അന്ന് ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം അന്നുണ്ടാകാത്ത മതവികാരം വ്രണപ്പെടാത്ത, അന്ന് ഒരു മതവികാരവും വ്രണപ്പെട്ടില്ല എങ്കിൽ 1986 ഈ മതവികാരം വ്രണപ്പെടണമെങ്കിൽ കേരളം വല്ലാതെ മാറിപ്പോയി എന്നാണ് MD പറഞ്ഞത്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, 1956 ഇറങ്ങിയ ഒരു പുസ്തകം, പിന്നീട് ലോകം ചർച്ച ചെയ്യപ്പെട്ട പുസ്തകം 1957 MD വായിച്ചു. എന്തിന്? സക്കറി എഴുതിയ ഒരു കുറിപ്പിൽ അനുസ്മരിക്കുന്നുണ്ട്. കോട്ടയത്ത് ഒരു ലോഡ്ജിൽ അരാജകമായ മദ്യപാനത്തിൻ്റെ ഉന്മാദത്തിൽ സക്കറിയയും ജോൺ അബ്രഹാമും കൂടി ഇരിക്കുമ്പോഴാണ് അവരവിടെയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് MD അവിടെ ചെന്നിട്ട് പറഞ്ഞു, 2 പേർ കൂടെ ഒരു പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഇപ്പം സമീപകാലത്ത് അമേരിക്കയിൽ ഇറങ്ങിയ പുസ്തകമാണ്. ഈ കള്ളു കുടിക്കുന്ന നേരം കൊണ്ട് ഈ പുസ്തകം വായിച്ചാൽ അതിനേക്കാൾ വലിയൊരു ലഹരി നിങ്ങൾക്ക് കിട്ടും, അത്ര നല്ലൊരു പുസ്തകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 1 മാസം മുമ്പ് ഇറങ്ങിയ ഒരു പുസ്തകം അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്നാണ്, ഗബ്രിയൽ ഗാർസിയ മാർക്കേസിൻ്റെ. അതൊക്കെ കഴിഞ്ഞ് എത്രയോ പതിറ്റാണ്ട് കഴിഞ്ഞാണ് ലോകം ആ നോവലിൻ്റെ മഹത്വം അറിഞ്ഞത്. പക്ഷേ പിറവിയിൽ തന്നെ ആ നോവൽ പിന്നിടുന്ന ചരിത്ര വഴികളെക്കുറിച്ച് ക്രാന്തദർശിയായ എഴുത്തുകാരന് ബോധ്യമുണ്ടായിരുന്നു എന്നത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, MD തിരുവനന്തപുരത്ത് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ചെന്നപ്പോൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായ പ്രൊഫസർ V. മധുസൂദനൻ നായർ സാറ് മലയാള ഭാഷയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച പള്ളിക്കൂടം എന്ന പേരുള്ള സ്കൂളിലേക്ക്
MDയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടുത്തെ മലയാളം കുട്ടികൾക്ക് വേണ്ടി ബ്ലാക്ക് ബോർഡിൽ എന്തെങ്കിലും ഒന്ന് എഴുതിത്തരാൻ പറഞ്ഞു. അന്ന് MD അവിടെ എഴുതിയ വാക്കുകളാണ് നമ്മുടെ സർക്കാർ കേരളം ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി സ്വീകരിച്ചത്. പള്ളിക്കൂടം എന്ന് പേരുള്ള ആ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി MD എഴുതിയ വരികൾ ഇങ്ങനെയായിരുന്നു: മലയാളമാണ് എൻ്റെ മാതൃഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രങ്ങളാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ്, എൻ്റെ അമ്മയുടെ ശാസനയും തലോടലുമാണ്. ഞാൻ എവിടെ ചെന്നാലും എൻ്റെ ഭാഷയിലാണ് സ്വപ്നം കാണുന്നത്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, മലയാളം എന്നാൽ MD തന്നെയാണ്. വിശ്വസാഹിത്യത്തിൽ MD ഒരു കടലാണ്. വിശ്വസാഹിത്യത്തിൽ തിമിംഗലവേട്ടയുടെ കഥ പറഞ്ഞ വിഖ്യാതമായ ഒരു നോവലുണ്ട്. നോവലിൻ്റെ പേര് മോബിഡിക് എന്നാണ്. ആ നോവലിലെ നായകനായ അഹാബ് മനസ്സ് അശാന്തമാകുമ്പോൾ കടലിൽ പോയി മുങ്ങിക്കുളിക്കും. അതോടെ അഹാബിൻ്റെ അശാന്തികളും ആകുലതകളും എല്ലാം പെയ്തൊഴിയും, സ്നാനപ്പെടും. അതുപോലെ MD എന്ന കടലിൽ മുങ്ങുമ്പോൾ സ്നാനപ്പെടുന്നത് നമ്മുടെയൊക്കെ അശാന്തികളും ആകുലതകളുമാണ്. ഈ MD എന്ന കടലിന് മുൻപിൽ അമ്മ മലയാളത്തോടൊപ്പം ഈ ചെങ്ങന്നൂർ സരസിലെ ഈ സ്നേഹ സദസ്സിനോടൊപ്പം കാലത്തോടൊപ്പം ഞാനും നമിക്കുന്നു. വിട പ്രിയപ്പെട്ട MD, വിട. നന്ദി, നമസ്കാരം. തുടർന്ന് അനീഷ് TN സംസാരിക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട കൃഷ്ണകുമാറിയേട്ടൻ, പ്രിയപ്പെട്ട അനിലിയേട്ടൻ, ശ്രീ കൃഷ്ണകുമാറിയേട്ടൻ സ്വാഗതം പറഞ്ഞ D. കൃഷ്ണകുമാർ സാർ അടക്കം, ശശികുമാർ സാറുണ്ട് അടക്കം എല്ലാവർക്കും നമസ്കാരം. കഥകളുടെ പെരുന്തച്ഛൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്നു. അനിലിയേട്ടൻ്റെ ഒരു ഉജ്ജ്വലമായ അനുസ്മരണ പ്രഭാഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അനിലിയേട്ടനുമായിട്ട് മുമ്പ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗമായിട്ട് 1-2 പരിപാടികളിൽ പങ്കെടുത്ത ആ വാക്കിൻ്റെ മാധുര്യം നുകരുവാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. മറ്റൊരു മനോഹരമായ സംസാരവും കൂടി കേൾക്കുവാൻ ഇപ്പോൾ സരസിൻ്റെ വേദിയിൽ ഭാഗ്യമുണ്ടായി. വളരെ വിപുലമായ രീതിയിൽ തന്നെ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇനിയും പറഞ്ഞ് അതിൻ്റെ കളയുവാനില്ല. MDയുടെ കൃതികളും അതുപോലെ തന്നെ MDയുടെ കഥാപാത്രങ്ങളെ പറ്റിയും ചുരുക്കം ചില വാക്കുകൾ അവസാനിപ്പിക്കാം. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന MDയുടെ വാക്കുകൾ, MDയുടെ മരണത്തെ സംബന്ധിച്ചോളം അത് രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് ഞാൻ കരുതുന്നില്ല. മരണം MDയെ ബാധിക്കുന്നില്ല, MDയെ സ്പർശിക്കുന്നില്ല. മലയാളവും മനുഷ്യനുമുള്ള കാലത്തോളം MDയുടെ കഥാപാത്രങ്ങളും ജീവനോടെ തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും. കഥയായാലും നോവലായാലും തിരക്കഥകളായാലും അത് ആസ്വാദകന്
അനുവാചകനിലേക്ക് എത്തിക്കുന്ന അതിൻ്റെ ഒരു കാവ്യാനുഭവമുണ്ട്. അതിനെപ്പറ്റിയൊക്കെ അനിലേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. മഞ്ഞ് എന്ന് പറയുന്ന നോവല്, മഞ്ഞ് പോലെ സുന്ദരമായ മഞ്ഞ് എന്ന് പറയുന്ന നോവലിൽ അർബുദമെന്ന രക്ഷിതാവിൻ്റെ അനുവാദത്തോടുകൂടി യാത്രക്കിറങ്ങുന്ന സർദാർജി വിമലാദേവിയോട് പറയുന്ന ആ ഇഷ്ട അഭ്യർത്ഥനയുണ്ട്. പ്രണയാഭ്യർത്ഥനയെന്നോ സ്നേഹാഭ്യർത്ഥനയോ ഒക്കെ എന്ന് പറയുന്ന ആ വാക്കുകൾ അലിയേട്ടൻ സൂചിപ്പിച്ചു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രണയലേഖനം തരില്ല, ഒരു ബന്ധവും സങ്കല്പിക്കാതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഉപാധിരഹിതമായ സ്നേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം. നമ്മൾ ഇന്നലെയാണ് വളരെ നടുക്കുന്ന ഒരു കൊലപാതകത്തിൻ്റെ ശിക്ഷാവിധിക്ക് കേരളം കാതോർത്തിരുന്ന് അത് കേട്ടുകഴിഞ്ഞ ദിനമാണ്, അതിൻ്റെ അടുത്ത ദിനമാണ്. അങ്ങനെ പ്രണയവും സ്നേഹവുമെല്ലാം അവനവൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി സേതുവിനെ മാത്രമേ സ്നേഹിച്ചുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ സ്നേഹം അവനവന് വേണ്ടി സ്നേഹിക്കുന്ന കാലത്ത് ആ കെട്ടകാലം കൂടുതൽ അടുത്തടുത്തു വരുന്ന ഈ സമയത്ത് ഇത്തരം ഉപാധിരഹിതമായ പ്രണയത്തിൻ്റെ, ഉപാധിരഹിതമായ സ്നേഹത്തിൻ്റെ ഒരനുഭവത്തെ മഞ്ഞിലൂടെ MD പങ്കുവെക്കുന്നുണ്ട്. പലപ്പോഴും അത് നോവലും കഥയും ചെറുകഥയും തിരക്കഥയും അതിനപ്പുറത്ത് ഈ പറഞ്ഞ പോലെ കാവ്യാനുഭവവുമാകുമ്പോൾ അതിനപ്പുറം അത് ചിലപ്പോഴെങ്കിലും ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നതും കൂടിയാകുന്നുണ്ട്. അസുരവിത്തിനെ പറ്റി പറഞ്ഞു. ഈ അടുത്ത കാലത്താണ് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സച്ചിദാനന്ദ സ്വാമികൾ അവിടെ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്, ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന പുരുഷന്മാർ വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഷർട്ട് ഉടുത്ത് തന്നെ, വസ്ത്രമല്ല ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ അകത്ത് കയറാം. കാരണം അതൊരു അനാചാരമാണ്. ബ്രാഹ്മണ്യത്തിന്റെ പരിശോധനയ്ക്ക് വേണ്ടി പൗരോഹിത്യം ഏർപ്പെടുത്തിയ ഒരു കെട്ടവ്യവസ്ഥയായിരുന്നു അത്തരം കെട്ടവ്യവസ്ഥയെ പുരോഗമന കേരളം ഇനിയും പാലിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയുന്നു അത് ശരിയാണ്. അപ്പോൾ അതിനെതിരും അനുകൂലമായ ചർച്ചകൾ വരുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇത്തരം നവോത്ഥാന കേരളത്തിന്റെ മുന്നേറ്റങ്ങളെ തടസ്സം പിടിക്കുന്ന ഇത്തരം ചർച്ചകൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഓർമ്മിക്കുന്ന ചില ചരിത്ര വസ്തുതകളുണ്ട്. ഈ നാട്ടിൽ മാറുമറയ്ക്കുവാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലമുണ്ട് സ്ത്രീകൾക്ക്. അങ്ങനെ മാറുമറയ്ക്കുവാൻ നടന്ന സമരങ്ങൾ, ചാന്നാർ ലഹളയടക്കമുള്ള സമരങ്ങൾ, മുട്ടിന് താഴോക്ക് സ്ത്രീകൾക്ക്, ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്ക് ജാതിപരമായി കീഴ്ജാതി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ജനതയ്ക്ക്, സ്ത്രീകൾക്ക് മുട്ടിന് താഴേക്ക് വസ്ത്രമെടുക്കുവാൻ അവകാശമില്ല. അതിനുവേണ്ടി ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന അച്ചിപ്പുടവ സമരം, കഴുത്തിൽ അടിമയടയാളമായ കല്ലയും മാലയും ധരിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട, സമൂഹത്തിൽ നിൽക്കേണ്ട പെണ്ണുങ്ങളെ, അത്തരമൊരു സമൂഹമുണ്ടായിരുന്നു. ആ സമൂഹം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടം. അവർ പറഞ്ഞു അടിമയടയാളങ്ങൾ പേറിക്കൊണ്ട് ഞങ്ങൾക്ക് നിലനിൽക്കുവാൻ ഒക്കില്ല, അതിന്റെ ആവശ്യമില്ല, ഞങ്ങളും മനുഷ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കല്ലയും മാലയും സമരം നടത്തിയ, അങ്ങനെ കല്ലയും മാലയും പൊട്ടിച്ചെറിഞ്ഞ ഉജ്ജ്വലമായ സമരത്തിന്റെ ചരിത്രങ്ങളൊക്കെയും നമ്മൾ അങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. സി കേശവന്റെ ആത്മകഥയിൽ സി കേശവൻ പറയുന്ന ഒരു കഥയുണ്ട്. കഥയല്ല, ചരിത്രപരമായ അദ്ദേഹത്തിന്റെ അനുഭവം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛൻ സി വി കുഞ്ഞിരാമനും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു നവോത്ഥാന നായകനാണ്. സി വി കുഞ്ഞിരാമന്റെ ഭാര്യയുടെ ആവശ്യപ്രകാരം അവർക്ക് വേണ്ടി ഒരു റൗക്ക ബ്ലൗസ് വാങ്ങിക്കൊണ്ടുവരും. ആ ബ്ലൗസും ഇട്ടുകൊണ്ട് അവർ മുറ്റത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ സി വി കുഞ്ഞിരാമന്റെ അമ്മ വന്ന് ഒരു പത്തൽ വെച്ച് പുറംനെടുകയടിക്കും. എന്നിട്ട് ഈ മരുമോളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരുമ്പട്ടവളെ നീ കുടുംബത്തെ പറയിപ്പിക്കുമോ എന്ന്. കാരണം മേൽമുണ്ട് ഉടുത്തുകൊണ്ട്, മേൽവസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുവാൻ പാടില്ല എന്ന് ആരെയാണോ വിലക്കിയത്, ആ വിലക്കപ്പെട്ട സമൂഹം പോലും ഇത് തങ്ങൾക്കുള്ള അംഗീകാരമായി കരുതപ്പെട്ടിരുന്ന ഒരു കാലം. ഞാൻ പറഞ്ഞു വന്നത് അസുരവിത്ത് എന്ന് പറയുന്ന കഥയിൽ ഗോവിന്ദൻകുട്ടിയുടെ ചെറിയോപ്പോളെ പറ്റി പറയുന്നുണ്ട്. ചെറിയോപ്പോളുടെ ചെറുപ്പം, ചെറിയോപ്പോൾ പരിഷ്കാരിയാണെന്ന് പറഞ്ഞാൽ വലിയോപ്പോൾ ബ്ലൗസ് ഇടില്ല, ചെറിയോപ്പോൾ ബ്ലൗസ് ഇടും. പക്ഷേ ചെറിയോപ്പോളെ തൊട്ടപ്പുറത്ത് ഇല്ലത്ത് അവിടുത്തെ ആത്തോളുമാര് പാട്ടും ഡാൻസും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഓണമാകുമ്പോൾ അവര് പാട്ടും കൂത്തുമൊക്കെ ഡാൻസുമൊക്കെ നടത്തുന്നു. അവിടേക്ക് ചെറിയോപ്പോളെ ക്ഷണിക്കും. ചെറിയോപ്പോൾ പോകില്ല. ചെറിയോപ്പോൾ പോകാത്തതിന് കാരണം മറ്റൊന്നുമില്ല, ഇല്ലത്തിന്റെ പടി കടന്നാൽ ചെറിയോപ്പോൾ ഉടുത്തിരിക്കുന്ന ബ്ലൗസ് ഊരി കക്ഷത്തി വെക്കണം.
ഇല്ലത്തിന്റെ പടി കടന്നാൽ നായർ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ പോലും ഉടുത്തിരിക്കുന്ന ബ്ലൗസ് ഊരി കക്ഷത്തിൽ വെക്കേണ്ടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നും, ഒരു സാമൂഹ്യ അവസ്ഥയിൽ നിന്നുമാണ് നമ്മുടെ ഈ നവോത്ഥാന കേരളം, ഈ ആധുനികമായ കേരളം കെട്ടിയുയർത്തിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത്തരം ചരിത്രത്തെ കൂടി അടയാളപ്പെടുത്തിക്കൊണ്ട് നോവലുകള്, കഥകള് കടന്നു പോകുന്നുണ്ട്. മതസൗഹാർദ്ദത്തിന് വേണ്ടി മതത്തിന്റെ പേരിൽ മനുഷ്യൻ തമ്മിലടിക്കുമ്പോൾ മതസ്പർദ്ധകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അനിലേട്ടൻ പറഞ്ഞ കുഞ്ഞരക്കാനെ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്. പ്രളയം വന്ന് മുടിവര മുങ്ങിയാലും മതം പറയും, മതമാണ് പ്രശ്നമെന്ന് പറയുമ്പോഴാണ് കേരളത്തിലെ ചെറുപ്പം, കേരളത്തിലെ യുവത മതമല്ല പ്രശ്നം, എരിയുന്ന വയറിന്റെ വിശപ്പാണ് പ്രശ്നമെന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തെരുവുകളിലേക്ക് മാനവികതയുടെ ഗീതം പാടിക്കൊണ്ടിറങ്ങുന്നത്. അവർക്ക് മുന്നിലേക്കാണ് അക്രമികളുടെ മുന്നിൽ നിന്നും ഒരു കൊച്ചുപിച്ചാത്തിയുമായി ഗോവിന്ദൻകുട്ടിയെ സംരക്ഷിക്കാനിറങ്ങുന്ന കുഞ്ഞരക്കാനെ നമ്മൾ മുന്നിൽ നിർത്തുന്നത്. അതേ കുഞ്ഞരക്കാൻ തന്നെ ഗോവിന്ദൻകുട്ടി അബ്ദുള്ളയായിട്ട് വരുമ്പോഴാണ് പറഞ്ഞത്, എൻ്റെ പടി കടന്നു പോകരുത് എന്ന് പറയുന്ന കുഞ്ഞരക്കാനെ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. രണ്ടാമൂഴത്തെ കൂടി മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഭീമസേനന്റെ വ്യതകളുടെ കഥകളാണ് രണ്ടാമൂഴം. ചെറുപ്പത്തിൽ തന്നെ ആദ്യമായി വേട്ടയ്ക്കിറങ്ങുമ്പോൾ നിരുപദ്രവകാരിയായ ഒരു മാനിനെ എയ്തു വീഴ്ത്തിയ അർജുനൻ അംഗീകരിക്കപ്പെടുമ്പോൾ, ആദരിക്കപ്പെടുമ്പോഴാണ് അപകടകാരിയായ ഒരു പന്നിയുടെ വായിലേക്ക് കുന്തം കുത്തിക്കയറ്റി അതിനെ താഴെയടിച്ച ഭീമസേനൻ ചേട്ടനാൽ മന്ദ എന്താണ് കാണിച്ചത് നീ എന്ന് ശകാരവാക്കുകൾ കേൾക്കുന്നത്. അങ്ങനെ ജീവിതത്തിലുടനീളം രണ്ടാമതോ മൂന്നാമതോ ഒക്കെയായി പോയ ഭീമസേനന്റെ വ്യതകളുടെ കഥകൾ പറയുന്നിടത്ത് ചില കഥാപാത്രങ്ങളെ പോലെ കൂടി, ചന്തുവിനെ പോലെ ഇല്ലെങ്കിൽ പെരുന്തച്ഛനെ പോലെ ചില കഥാപാത്രങ്ങളെ അടിമുടി മാറ്റുന്നുണ്ട് എം.ടി. വാസുദേവൻ നായർ. യുക്തിരഹിതമായ ആ കഥയെ തൻ്റെതായ യുക്തിക്കനുസരിച്ച് കഥാപാത്രങ്ങളെ മാറ്റുന്നുണ്ട്. അങ്ങനെ രണ്ട് കഥാപാത്രങ്ങളെ കൂടി ചെറിയ 1-2 പാരാഗ്രാഫിലായിരിക്കാം, പക്ഷേ ആ കഥാപാത്രങ്ങളെ കൂടി സൂചിപ്പിച്ചുകൊണ്ട് പോകാം. അതിലൊന്ന് ഏകലവ്യനാണ്. ഗുരുദക്ഷിണയായിട്ട് തൻ്റെ വലതു കൈയുടെ പെരുവിരൽ മുറിച്ചു മാറ്റി എന്ന് കഥയിൽ പറയുന്ന ഏകലവ്യൻ. പക്ഷേ ഇവിടെ പറയുന്നു, ഏകലവ്യൻ എന്ന് പറയുന്ന നിഷാദപുത്രനെ ഇരുട്ടിന്റെ മറവിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആക്രമിച്ച അവന്റെ വലതു കൈയുടെ പെരുവിരൽ ആരോ മുറിച്ചു മാറ്റി എന്നാണ്. ആര് മുറിച്ചു മാറ്റി എന്നത് പിന്നീട് വ്യക്തമായി പറയുന്നല്ല എങ്കിലും നിഷാദപുത്രൻ അതൊരു നിഷാദവൃദ്ധന്റെ കയ്യിൽ എരുക്കിലയിൽ പൊതിഞ്ഞ ചോരകട്ട പടിച്ച ആ പെരുവിരൽ പൊതിഞ്ഞു കൊടുത്തുവിടുന്നുണ്ട് ദ്രോണറുടെ മുന്നിലേക്ക്. ഒരുപാട് ഉത്തരങ്ങളുണ്ട് അതിനെ മറ്റൊരിടത്ത്. അതിനുശേഷം ഭീമസേനൻ അർജുനനോട് പറയുന്നുണ്ട് ഇതുപോലെ ഏകലവ്യന്റെ നിഷാദപുത്രന്റെ വലതുകൈയുടെ വിരൽ മുറിച്ചു മാറ്റിയതിനെ പറ്റി. ഒട്ട് ആശ്വാസത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി പോകുന്ന അർജുനനെ നോക്കി പിന്നിൽ നിന്ന് പറയുന്നുകൊണ്ട് നിഷാദപുത്രന് വലതു കൈയുടെ വിരൽ മാത്രമല്ല ഇടതു കൈയുടെ പെരുവിരലും നന്നായി ഇണങ്ങും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വാക്കിൻ്റെതായ ഒരു ചാട്ടുളി പ്രയോഗം കൂടി അവിടെ മനോഹരമായി നടത്തുന്നുണ്ട്. എത്രമാത്രം ആ അർജുനന്റെ മനസ്സിൽ അത് കൊണ്ടുകയറിയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു കഥാപാത്രം പരാശരനെ പറ്റിയാണ്. പരാശരൻ കഥാപാത്രമായി വരുന്നില്ല എങ്കിലും പരാശരനെ പറ്റി സൂചിപ്പിക്കുന്നത് വനവാസകാലത്ത് വനവാസത്തിന് പോകുമ്പോൾ പിതൃക്കൾക്ക് പൂജ ചെയ്യുന്നുണ്ട്. പിതൃക്കൾക്ക് വേണ്ട പിതൃപൂജയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുന്ന അന്നു രാത്രിയിൽ ഭീമസേനൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭീമസേനന്റെ മനസ്സിൽ മല്ലയുദ്ധങ്ങളെ പറ്റി ആയിരുന്നില്ല ഓർമ്മ. അദ്ദേഹത്തിന്റെ മനസ്സിലെല്ലാം നിന്നത് പരാശരനപ്പൂപ്പന കുശാഗ്രത്തിൽ 3 ഉരുള തിലോദകവും കൂടി നൽകാമായിരുന്നു എന്നാണ്. ഏതു പരാശരൻ എന്ന് പറയുന്നിടത്താണ് അതിന്റെ ആഴം. ഏതു പരാശരനാണ്? മത്സ്യഗന്ധം കലർന്ന ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന വഞ്ചിയിൽ നിലത്ത് കിടന്നുകൊണ്ട് തന്നെ പ്രതിരോധിക്കുവാൻ തടയാൻ ശ്രമിക്കുന്ന മുക്കുവ പെണ്ണിനെ കയ്യൂക്കുകൊണ്ട് കീഴടക്കുന്ന ബ്രാഹ്മണനായ പരാശരനും കൂടി 3 ഉരുള തിലോദകമാകാമായിരുന്നു എന്ന് പറയുന്നിടത്ത് ആ വാക്കുകളുടെ അത് ആർക്കൊക്കെയാണ്, എവിടൊക്കെയാണ് ചരിത്രത്തെ കഥയായും കഥയെ
ചരിത്രമായും ഒക്കെയും മാറ്റിമറിച്ചുകൊണ്ട് കഥകളിലൂടെ ചരിത്രമെന്ന് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ചരിത്രത്തെ ആകമാനം മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെയും നേർക്കുള്ള ഒരു അടി കൂടി, ഒരു ഗദാപ്രഹരമായും കൂടി, വാക്കിൻ്റെ പ്രഹരമായും കൂടി മാറുന്നുണ്ട് രണ്ടാം ഊഴത്തിലെ MD-യുടെ വാക്കുകൾ. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. വളരെ മനോഹരമായ ഒരു അനുസ്മരണ പ്രഭാഷണം കഴിഞ്ഞ വേദിയിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞ പോലെ തന്നെ MD വാസുദേവൻ നായർ കഥകളുടെ ഒരു മാന്ത്രികതയിൽ, കഥയുടെ വാക്കുകളുടെ വിസ്മയം കൊണ്ട് തന്നെ കഥകൾ തീർത്ത് ഒരു അതിമനോഹരമായ കൊട്ടാരത്തിൽ, കഥകളുടെ കൊട്ടാരം തീർത്തുകൊണ്ട് ഒരു കാലത്തും മലയാളവും മനുഷ്യനിലും അവസാനിക്കാത്ത കാലത്തോളം MD വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ, കഥാപാത്രങ്ങളിലൂടെ നിലനിൽക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടെ പ്രണാമർപ്പിച്ചുകൊണ്ട് ഈ വലിയ വേദിയിൽ സംസാരിക്കുവാൻ ഒരു അവസരം കൂടി തന്ന എല്ലാവർക്കും ഉള്ള നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ MD അനുസ്മരണ ചടങ്ങിൻ്റെ അധ്യക്ഷൻ സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ മുഖ്യ സാരഥികളിൽ ഒരാൾ കൂടിയായ ശ്രീ G. കൃഷ്ണകുമാർ, MD മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ശ്രീ അനിൽകുമാർ, സ്വാഗതം ആശംസിച്ച ശ്രീ കൃഷ്ണകുമാർ, സെമിനാർ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ശശികുമാർ, സുഭാഷ് സാറ്, ശ്രീ TN അനീഷ്, മറ്റെന്നെ ശ്രമിക്കുന്ന സുഹൃത്തുക്കളെ, മുഖ്യപ്രഭാഷകൻ ഇവിടെ MD-യുടെ നോവലിനെക്കുറിച്ചും കഥയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഒക്കെ മിക്കവാറും സംസാരിച്ചു കഴിഞ്ഞു. മാത്രമല്ല സദസ്സ് ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണെന്നും തോന്നുന്നു. MD-യുടെ സർഗാത്മക പ്രതിഭയ്ക്ക് അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനത്തിന് വിവിധ ഭാവങ്ങൾ. MD എന്ന സാഹിത്യകാരൻ, MD എന്ന പത്രപ്രവർത്തകൻ, MD എന്ന തിരക്കഥാകൃത്ത്, MD എന്ന സിനിമാ സംവിധായകൻ, ഇതിലൊക്കെ ഉപരിയായിട്ട് MD എന്ന സാംസ്കാരിക പ്രവർത്തകൻ. ശ്രീ കൃഷ്ണകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ, ഒരുപക്ഷെ മലയാളികളെ ഒരു പുതിയ വായനാ സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് MD. ഒരു മലയാളികളുടെ ഒരു തലമുറയെ മാത്രമല്ല, ഒരു 2-3 തലമുറകളെ വായിപ്പിക്കുകയായിരുന്നു MD വാസുദേവൻ നായർ ചെയ്തത്. ഏതാണ്ട് 24-ാമത്തെ വയസ്സിൽ നാലുകെട്ട് എന്ന നോവലിലൂടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടുകയും അതിലൂടെ ഒരു കാലഘട്ടത്തെ വരച്ചു കാട്ടുകയും ചെയ്യുകയായിരുന്നു MD വാസുദേവൻ നായർ ചെയ്തത്. അക്കാലത്ത് നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതിയെയും മരുമക്കത്തായ സമ്പ്രദായത്തെയും ആ നാട്ടിൽ ഇതിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരുന്നിരുന്ന കൊച്ചുകാലത്തുണ്ടായിരുന്ന കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹം നാലുകെട്ടിലൂടെ വരച്ചു കാട്ടി. സാധാരണ മരുമക്കത്തായ സമ്പ്രദായത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കാരണവന്മാരുടെ മക്കള് നല്ല രീതിയിൽ നടക്കുമ്പോൾ മറ്റ് കുടുംബത്തിലെ കുട്ടികൾ ഒരു 2ാം നിരക്കാരായി കണക്കാക്കപ്പെടുന്ന അവസ്ഥ, അതിലുണ്ടാകുന്ന ആ കുട്ടികൾക്കുണ്ടാകുന്ന സംഘർഷങ്ങൾ. നോവലിനെ കുറിച്ചൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ സംഘർഷങ്ങളെ തൻ്റേതായ രീതിയിൽ വരച്ചു കാട്ടുകയായിരുന്നു MD വാസുദേവൻ നായർ ചെയ്തത്. അത് നാലുകെട്ടെന്ന് പറയുന്ന നോവലിൽ വ്യക്തമായി കാണാം. നാലുകെട്ടിന് ശേഷമുണ്ടായ അസുരവിത്ത് എന്ന് പറയുന്ന നോവൽ, ആ അസുരവിത്ത് എന്ന് പറയുന്ന നോവൽ, അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി എന്ന മുഖ്യ കഥാപാത്രത്തെക്കുറിച്ചും ഇവിടെ MD-യുടെ ഏത് നോവൽ 10 നോവലുകൾ എടുത്താലും, നാലുകെട്ട് മുതൽ അദ്ദേഹത്തിൻ്റെ വാരണാസി വരെയുള്ള നോവലുകൾ എടുത്താൽ മതനിരപേക്ഷത, മാനവികത അതൊരു മുഖ്യ ഘടകമായിട്ട് കാണുന്നുണ്ട്. ഈ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ആൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും
സഹായിച്ചിരുന്ന ഒരാളിനെ സ്വാധീനിച്ചുകൊണ്ട് മുസ്ലിം മതത്തിലേക്ക് ചേരാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഈ കുഞ്ഞരക്കാർ എന്ന് പറയുന്ന ആൾ ഇതിൽ ചേർന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഇതിൽ ചേർന്നത് കൊള്ളാം, പക്ഷേ എൻ്റെ വീട്ടിലേക്ക് കയറരുത് എന്നാണ് പറയുന്നത്. കാലത്തിലാണെങ്കിൽ തന്നെ പുതിയൊരു മാറ്റത്തെ അദ്ദേഹം വരച്ചു കാണിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. പിന്നെ മഞ്ഞിനെ കുറിച്ചുകൂടെ പറയുന്നു. ഒരു ഭാവഗീതം പോലെ വായിക്കാവുന്ന വലിയ നോവലെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു നോവലേറ്റ് മാത്രമാണ് ഈ മഞ്ഞ് എന്ന് പറയാം. അതായത് ഒരു കാത്തിരിപ്പിൻ്റെ കഥയാണ് MD മഞ്ഞിലൂടെ വരച്ചു കാട്ടുന്നത്. സുധീർ മിശ്രയെ കാത്തിരിക്കുന്ന വിമല, അതിനുശേഷം ഉണ്ടായ വിലാപയാത്ര മുതൽ വാരണാസി വരെ എന്ന കഥകളിൽ MD ഒരു ആധുനികത, റിയലിസം, യഥാർത്ഥവാദത്തിൽ നിന്നും ആധുനികതയിലേക്കുള്ള ഒരു സംക്രമണം, അതുകൊണ്ടാണ് പഠിപ്പിക്കുമ്പോൾ ഒരു സംക്രമണ നോവലിസ്റ്റാണ് എന്നൊക്കെ പറയാം. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ചെറുകഥ വളരെ വിശദമായിട്ട് നോവലിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ 1-2 ചെറുകഥകളെക്കുറിച്ച് മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന ചെറുകഥ. പിറന്നാളിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന ചെറുകഥയിൽ മരുമക്കത്തായ വീട്ടുകൾ, കുടുംബ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നം, അതായത് കാരണവരുടെ മകൻ വളരെ സമ്പന്നമായ രീതിയിൽ ജീവിക്കുകയും അവിടെ പിറന്നാൾ ദിവസം തന്നെ കാരണവരുടെ മകന് പരിപ്പും പപ്പടവും കൂട്ടി ഊണ്. മറ്റു കുട്ടികൾക്ക് ഒരു കാരണവരുടെ പെങ്ങളുടെ മോൻ ഇന്ന് പിറന്നാളാണ്, ആ കുട്ടിക്ക് ആഹാരം കൊയ്യുന്ന സദ്യ വേണമെന്നും പറഞ്ഞുകൊണ്ട് അരി ചോദിക്കുമ്പോൾ കരണത്തടിക്കുന്ന കാരണവരെയാണ് കാണാൻ കഴിയും. ഇങ്ങനെ പടക്കത്തിലായാലും ഇത്തരം ചെറുകഥകളിലൊക്കെ കൂടെ തന്നെ മുമ്പേ പറഞ്ഞ അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ അവസ്ഥയെ MT വാസുദേവൻ നായർ വരച്ചു കാട്ടും. അദ്ദേഹത്തെ സിനിമയെക്കുറിച്ച് പറയാം. വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ, അതേപോലെ തന്നെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന് പറയുന്ന സിനിമ, എന്ന കഥയെ അദ്ദേഹം സിനിമയാക്കിയിട്ടുണ്ട്. PJ ആൻ്റണിക്ക് ദേശീയ അവാർഡ് കിട്ടിയ സിനിമ. അതായത് ദാരിദ്ര്യവും അന്ധവിശ്വാസവും തമ്മിലുള്ള ബന്ധത്തെ അവിടെ ഒരു ചലച്ചിത്ര ഭാഷയിലൂടെ MT കാണിച്ചു തരികയാണ് ചെയ്തത്. ഈ വടക്കൻ വീരകഥ എന്ന് പറയുന്ന സിനിമയിൽ കാലങ്ങളോളം പാടിക്കൊണ്ടിരുന്ന വടക്കൻ പാട്ടിലെ ചതിയൻ ചന്തുവിനെ നല്ല ചന്തുവിനെ ഡീകൺസ്ട്രക്ഷൻ എന്ന്, അപനിർമ്മാണം എന്നൊക്കെ പറയും. ആ രീതിയിൽ അത്തരം അപനിർമ്മാണ കഥകളും സിനിമയിൽ ഇക്കാലത്തെ ജനപ്രിയ മാധ്യമമായ സിനിമയിലൂടെ കാണിക്കുക. അതേപോലെ തന്നെയാണ് അദ്ദേഹം രണ്ടാം ഊഴത്തിലും കാണിക്കുന്നത്. ഇത്തരം ധാരാളം നോവലുകളൊക്കെ വേറെ ഉണ്ട്. ഈ PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, അതേപോലെ തന്നെ മറാഠി ശിവാജി സാവന്തിൻ്റെ കർണൻ എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. അതേപോലെയുള്ള കുലപതി KN മുൻഷിയുടെ ചില യയാതി, കുലപതി KN മുൻഷിയുടെ ചെറിയ നോവൽ, അത്തരം നോവലുകളെയൊക്കെ മലയാള ഇതര മറ്റ് ഭാഷണ നോവലുകളെയൊക്കെ കവച്ച് വയ്ക്കുന്ന രീതിയിലാണ് MT രണ്ടാം ഊഴം രചിച്ചിരിക്കുന്നത്. ഈ വടക്കൻ വീരഗാഥയിലും ഈ പറഞ്ഞ, അതുപോലെ തന്നെ പ്രഭാവർമ്മയുടെ ശ്യാമമാധവം, ഇതൊക്കെ ഈ ഡീകൺസ്ട്രക്റ്റീവ് കഥകളാണെന്നൊക്കെ തന്നെ, അപനിർമ്മാണ കഥകളാണ്, മഹാഭാരത കഥകളെ ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ള അപനിർമ്മാണ കഥകളാണെന്നൊക്കെ തന്നെ പറയാം. MT ഒരു പത്രപ്രവർത്തകൻ, അതും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അക്കാലത്ത് ചെറുപ്പകാലത്തിൽ തന്നെ മാതൃഭൂമി ആഴ്ചപ്പത്തിൻ്റെ പത്രാധിപനായ MT അക്കാലത്ത് കടന്നു വന്ന മിക്കവാറും സക്കറിയയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. സക്കറിയായാലും സേതുവായാലും അക്കാലത്തുണ്ടായ കഥകൾ എഴുതിക്കൊണ്ടിരുന്ന മിക്കവാറും കഥാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ കഥയുടെ മുൻനിരയിലെത്തിക്കാനും MT ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയൊരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ഒരു സാംസ്കാരിക പ്രവർത്തനം തുഞ്ചൻ പറമ്പിൽ ഏതാണ്ട് 21 വർഷം മുമ്പാണ്, 1993 തുഞ്ചൻ സ്മാരകത്തിൻ്റെ നേതൃത്വമാണ് MT ഏറ്റെടുത്തത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അവിടുന്ന് വലിയൊരു സ്മാരകമായി, ഭാഷാപിതാവിനൊരു വലിയ സ്മാരകമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ MTക്ക് കഴിഞ്ഞു എന്നുള്ളത് ആണ് മറ്റൊരു കാര്യം.
അതേപോലെ തന്നെ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിട്ട്, സാഹിത്യ അക്കാദമി അധ്യക്ഷനായി കേരള സാഹിത്യ അക്കാദമിയിൽ ധാരാളം മാറ്റങ്ങൾ വരുത്താനും എം ടി വാസുദേവൻ നായർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ എം ടി വാസുദേവൻ നായർ എം ടി എന്ന രണ്ടക്ഷരം മലയാളത്തിന് കിട്ടിയ ഒരു സുഹൃതം തന്നെയാണ്. മലയാള ഭാഷയെ സാഹിത്യത്തിലേക്ക് ഉയർത്തിയ, സാഹിത്യത്തെ വിശ്വോത്തരമാക്കി മാറ്റിയ ഈ പ്രതിഭയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്നെ കേട്ടിരുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഓപ്പൺ ഫോറത്തിൽ വേദിയിലുള്ളവർ സംസാരിച്ചു കഴിഞ്ഞു. ഇനിയും സദസ്സിലുള്ളവർക്ക് സംസാരിക്കാനുള്ളൊരു അവസരമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ചെറിയ വാക്കുകളിൽ സംസാരിക്കുന്നതിനായിട്ട് ഞാൻ സദസ്സിലുള്ളവരെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട എം ഡി എന്ന ഓപ്പൺ ഫോറം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. സത്യത്തിൽ ഈ ഓപ്പൺ ഫോറത്തിൽ സംസാരിച്ച കൃഷ്ണകുമാർ ഉൾപ്പെടെ, കൃഷ്ണകുമാറിൽ തുടങ്ങി കൃഷ്ണകുമാറിൽ വരെ ഉള്ള പ്രാസംഗിക സത്യത്തിൽ എം ടിയെക്കുറിച്ച് പറഞ്ഞ ഓരോ വാക്കും നമുക്ക് ഓരോ പഠന വിഷയമാക്കാവുന്നതാണ്. എം ടിയെ മലയാളി പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അത് അപൂർണമാണെന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അദ്ദേഹത്തെ ആ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ തീർച്ചയായിട്ടും മലയാളിക്ക് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മേളയിൽ ഒരു പുതിയ അനുഭവം സൃഷ്ടിച്ചുകൊണ്ട് ഈ 31-ാം തീയതി വരെ നടക്കുന്ന വ്യത്യസ്തമായ മേഖലകളിലെ പ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ചെങ്ങന്നൂരെ പൗരാവലി പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഓപ്പൺ ഫോറത്തിന് കൃതജ്ഞത പറയുന്നതിനായി പ്രിയപ്പെട്ട ഗീതാ നായരെ ക്ഷണിക്കുകയാണ്. ഈ ഓപ്പൺ ഫോറത്തിൻ്റെ ഏറെ ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ ജെ കൃഷ്ണകുമാർ സാറ്, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ ബി കൃഷ്ണകുമാർ ഉൾപ്പെടെ ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ പി കെ അനിൽകുമാർ, ശ്രീ അനീഷ് ടി എൻ തുടങ്ങിയ പ്രഗത്ഭർ, അതേപോലെ തന്നെ ഇതിൻ്റെ സെമിനാർ കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് എം ശശികുമാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറെ ബഹുമാന്യരെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ സംഘടനയായ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 11ാമത് ദേശീയ സരസ് മേളയാണ് ഇപ്പോൾ ചെങ്ങന്നൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സരസ് മേളയെക്കുറിച്ചും എം ഡിയെക്കുറിച്ചും എം ഡിയുടെ പുസ്തകങ്ങളെക്കുറിച്ചുമൊക്കെ ഏറെ വിശദീകരിച്ചു ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയവരൊക്കെ തന്നെ സംസാരിച്ചു കഴിഞ്ഞു. എങ്കിലും ഒരു ഗ്രന്ഥശാല പ്രവർത്തക എന്ന നിലയിലും ഈ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ഒപ്പം ഇതിനവസരം തന്ന സംഘാടകരോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. മലയാളിയുടെ പ്രതിപാദനായ എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, പത്രപ്രവർത്തകൻ എന്നീ സർവ്വമേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ച ശ്രീ എം ഡി എന്ന രണ്ടക്ഷരം
മലയാളികളുടെ മനസ്സിൽ എന്നും മായാതെ കിടക്കും. അദ്ദേഹത്തിന് എല്ലാ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾക്ക് എന്നും നമ്മളുടെ പ്രിയപ്പെട്ട MDയെ സ്നേഹത്തോടെ ഓർക്കാം. ഈ ഓപ്പൺ ഫോറത്തിൽ കൃതജ്ഞത പറയുക എന്നുള്ള കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷന് ഏറെ ബഹുമാന്യായ ശ്രീ കൃഷ്ണകുമാർ സാറിനെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. സ്വാഗതം ആശംസിച്ച ശ്രീ B. കൃഷ്ണകുമാറിനും ഈ ഓപ്പൺ ഫോറത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. തുടർന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ അനീഷ് TN, ശ്രീ രാജൻ മുലവീട്ടിൽ തുടങ്ങിയ ഇവിടെ സംസാരിച്ച എല്ലാവർക്കും ഈ ഓപ്പൺ ഫോറത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഇവിടെ ഈ സെമിനാറിൽ പങ്കെടുത്ത് ഈ സെമിനാർ വിജയിപ്പിക്കുവാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും